Hello, dear children. Hello, dear children. നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്, ആറ്റം എന്ന ചാപ്റ്റർ. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ ഒരു സ്കോറിംഗ് ചാപ്റ്ററുമാണ്. ഞാൻ പറഞ്ഞല്ലോ, ജെയ്ക്ക് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ, അൺഇമ്പോർട്ടന്റ് ചാപ്റ്റർ എന്നുള്ള കോൺസെപ്റ്റേ ഇല്ല. ഏത് ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് പറയാനും പറ്റില്ല. സാധാരണഗതിയിൽ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വീതമാണ് ചോദിക്കാറുള്ളത്. പക്ഷേ ഈ 2021 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 26 എക്സാം നടന്നതിൽ ഏകദേശം 15 എക്സാമിൽ മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. എന്ന് വിചാരിച്ച് ഈ ചാപ്റ്റർ അൺഇമ്പോർട്ടന്റ് ആണെന്ന് അർത്ഥമില്ല. ഈ 2022 എക്സാമിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അതുകൊണ്ട് ഈ ലൈവ് അതിന്റെ ഇമ്പോർട്ടൻസോട് കൂടി നിങ്ങൾ കാണുക, അവസാനം വരെ ലൈവിൽ തുടരുക. അതുപോലെ ഞാൻ എല്ലാ പ്രാവശ്യവും പറയാറുള്ള പോലെ സമർത്ഥമായിട്ട് ചാറ്റും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ചാറ്റിലൂടെയാണ് നിങ്ങളുടെ റെസ്പോൺസ് ഞങ്ങൾ അറിയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ചാറ്റ് ചെയ്യുക. എല്ലാവർക്കും ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയാണ്. കുറെ കുട്ടികൾ ഹലോ സാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഹലോ പറഞ്ഞവർക്കും ഹലോ പറയാത്തവർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ ഹലോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഈ ചാപ്റ്ററിൽ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പ്രത്യേകത പറയുവാണെങ്കിൽ, ഈ ചാപ്റ്റർ നിങ്ങൾ കെമിസ്ട്രിയിലും പഠിക്കുന്നതാണ്. അതുകൊണ്ട് കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്ന പോർഷൻ ഞാൻ അധികം എംഫസൈസ് ചെയ്യില്ല തിയറി പഠിപ്പിക്കുമ്പോൾ. ഇപ്പൊ ഞാൻ കുറച്ച് തിയറി പറയാൻ പോവുകയാണ്. ഈ തിയറി കെമിസ്ട്രിയിലുള്ള ഒരു ഭാഗവും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കെമിസ്ട്രിയിൽ ഇല്ലാത്ത എന്നാൽ ഫിസിക്സിൽ ഉള്ളതുമായിട്ടുള്ള NCERT കുറച്ച് പുറത്തു എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ NCERT കുറച്ച് പുറത്തുകൂടെയുള്ള കാര്യവും എല്ലാം കൂടെ പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് തിയറി, 10 അല്ലെങ്കിൽ 15 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാൻഡ് ന്യൂ പ്രോബ്ലങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ലൈവിൽ തുടരുക. എനിക്കതേ പറയാനുള്ളൂ. വിട്ടിട്ട് പോകരുത്. വിട്ടിട്ട് പോയാൽ നഷ്ടം നിങ്ങൾക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യമേ തന്നെ നോക്കി, ഞാൻ ഹെഡിങ് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് നോക്കൂ. റേഡിയസ് ഓഫ് ഓർബിറ്റ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം. റേഡിയസ് ഓഫ് ഓർബിറ്റ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിന്റെ ഓർബിറ്റൽ റേഡിയസ്. ഏത് കേസിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? ഹൈഡ്രജൻ ലൈക്ക് ആറ്റം. ഈ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജന്റെ മണവും രുചിയും കളറും ഉള്ള ആറ്റം എന്നാണോ അർത്ഥം? നോട്ട് അറ്റ് ഓൾ. ഹൈഡ്രജനിൽ എന്താണുള്ളത്? ഒരു ഇലക്ട്രോൺ ആണ് റിവോൾവ് ചെയ്യുന്നത് ന്യൂക്ലിയസിന് ചുറ്റും. അതുപോലെ ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന എല്ലാ സ്പീഷീസിനെയും ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹീലിയം 1+ അയോൺ എടുക്കുകയാണെങ്കിൽ രണ്ട് ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോൺ നമ്മൾ മാറ്റുകയാണെങ്കിൽ ഹീലിയം 1+ അയോൺ കിട്ടും. അതൊരു ഹൈഡ്രജൻ ലൈക്ക് ആറ്റമാണ്. അതുപോലെ ലിത്യത്തിന്റെ ഡബിളി അയോണൈസ്ഡ് ലിത്യവും എന്താണ്? ഹൈഡ്രജൻ ലൈക്ക് ആറ്റമാണ്. അതുപോലെ ഒരു ഹൈഡ്രജൻ ലൈക്ക് ആറ്റം ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. എനിക്ക് എന്താണ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? റേഡിയസ്. ഈ ഓർബിറ്റിന് റേഡിയസ് കണ്ടുപിടിക്കണം. സപ്പോസ് ഇലക്ട്രോൺ ഈസ് റിവോൾവിംഗ് ഇൻ nth ഓർബിറ്റ് ആണെന്ന് വിചാരിക്കുക. ഇലക്ട്രോൺ ഈസ് റിവോൾവിംഗ് ഇൻ nth ഓർബിറ്റ്. therefore റേഡിയസ് ഈസ് Rn എന്ന് വിളിക്കാം. അതിന്റെ വെലോസിറ്റിയെ ഞാൻ Vn എന്ന് വിളിക്കുകയാണ്, nth ഓർബിറ്റ് ആയതുകൊണ്ട്. ഇത് ഹൈഡ്രജൻ ലൈക്ക് ആറ്റം ആണ്. അതുകൊണ്ട് ഈ ന്യൂക്ലിയസിന്റെ മാസ് അറ്റോമിക് നമ്പർ Z ആണെങ്കിൽ ന്യൂക്ലിയസിന്റെ ചാർജ് +Z ആണ്. ഇലക്ട്രോൺ റീവോൾവ് ചെയ്യുന്നു, ഇലക്ട്രോണിന്റെ ചാർജ് -E ആണ്. ഇത്തരം കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനിയും ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് നോക്കൂ കുട്ടികളെ, Rn, റേഡിയസ് ഓഫ് nth ഓർബിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു n². therefore n² ഡിവൈഡഡ് ബൈ Z ടൈംസ് A0 ആണ്. ഈ A0 എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? A0 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആദ്യത്തെ ഓർബിറ്റിലെ കുട്ടികളെ, ആദ്യത്തെ ഓർബിറ്റിന്റെ റേഡിയസ് ആണ് A0 എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ A0 എന്ന് പറയുന്നത് നമ്മൾ എന്താ ബോർസ് റേഡിയസ് എന്നൊക്കെ പറയും. ബോർസ് റേഡിയസ്. A0യുടെ വാല്യൂ നിങ്ങൾക്കറിയാം, ഏകദേശം 0.5 ആംസ്ട്രോം ആണ് A0യുടെ വാല്യൂ. ഇനി A0 എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ ഇതാ A0യുടെ ഇക്വേഷൻ NCERT ഞാൻ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത് വേണമെങ്കിൽ ഇത് ഓർത്തിരിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഈ ഡിപ്പെൻഡൻസ് ആണ് ഓർത്തിരിക്കേണ്ടത്. മനസ്സിലായോ? ഈ ഡിപ്പെൻഡൻസ് എന്താണെങ്കിലും ഓർത്തിരുന്നേ പറ്റൂ. എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം, റേഡിയസ് ഓഫ് ദ ഓർബിറ്റ് ഓഫ് എ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു സ്ക്വയർ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിന്റെ ഡിപ്പെൻഡൻസ് നോക്കൂ. ഹൈഡ്രജൻ ആണെങ്കിൽ നമ്മൾ ഈ Z1 കൊടുക്കും, അപ്പൊ n² A0 എന്ന് വരും. ഹീലിയം ആണെങ്കിൽ Z-ന് 2 കൊടുക്കും, ലിഥിയം ആണെങ്കിൽ Z-ന് 3 കൊടുക്കും. അങ്ങനെ ആറ്റം ടു ആറ്റം ഇറ്റ് വേരീസ്. ഇത്രയും കാര്യം മനസ്സിലായോ? ഇത് ഈ A0 എന്താണെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് A0. A0 എന്താണ് ആക്ച്വലി? A0 ഈസ് ദ റേഡിയസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് വാട്ട്? ഹൈഡ്രജൻ
ഹൈഡ്രജൻ ലൈക്ക് അല്ല, ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് ആണ്. A0 ഈസ് നിയർലി നോട്ട് എക്സാക്ട്ലി 0.5 ആംസ്ട്രം ആണെന്ന് നിങ്ങൾക്കറിയാം. 0.53 ആണെന്ന് എനിക്ക് തോന്നുന്നു. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 0.53 ആംസ്ട്രം ആണ്. യെസ്, വെരി ഗുഡ് ഇല്ലിയാന, താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ. ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഈ വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നോക്കൂ, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം. നമ്മൾ പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തെ കുറിച്ചല്ല, ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തെ കുറിച്ച്. അത് ഹൈഡ്രജൻ ആറ്റം ഇൻക്ലൂഡഡ് ആണ്. ഇസഡിന് 1 കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തെ കിട്ടും. അതുപോലെ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നോക്കിയേ, Vn ആണ്. വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ nth ഓർബിറ്റ് റിവോൾവിംഗ് ഇൻ എ ഓർബിറ്റ് ഓഫ് റേഡിയസ് Rn. നിങ്ങൾക്കറിയാം ന്യൂക്ലിയസിന്റെ ചാർജ് +Z ആണ്, ഇലക്ട്രോണിന്റെ ചാർജ് -C ആണ്. ഒരൊറ്റ ഇലക്ട്രോണെ റിവോൾവ് ചെയ്യുന്നുള്ളൂ. ദർ ഇസ് നോ അതർ ഇലക്ട്രോൺ ബിക്കോസ് ഇറ്റ് ഈസ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റം. നിങ്ങൾക്കറിയാം Vn, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ nth ഓർബിറ്റ്. Vn ഈസ് ഈക്വൽ ടു, ഡു യു റിമെമ്പർ, Z ഡിവൈഡഡ് ബൈ n ടൈംസ് V1 ആണ്. എന്താണ് ഈ V1 എന്ന് ഉദ്ദേശിക്കുന്നത്? V1 ഈസ് നത്തിങ് ബട്ട് ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിലെ ഫസ്റ്റ് ഓർബിറ്റിന്റെ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ, വെലോസിറ്റി അതിനെയാണ് V1 എന്ന് പറയുന്നത്. അത് ഏകദേശം എനിക്ക് തോന്നുന്നത് 2.20 ഇൻറ്റു 10⁶ അങ്ങനെ എങ്ങാണ്ട് വരും. എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. 2.3 ആണെന്ന് തോന്നുന്നു. 2.3 ഇൻറ്റു 10⁶ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അത് നിങ്ങൾ NCERT റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ ഡിപ്പെൻഡൻസും നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം, കാണാതെ പഠിച്ചു വെക്കണം. ഓർത്ത് വെക്കുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കാണാതെ പഠിക്കുക എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പൊ V1 എത്രയാണെന്ന് ചോദിച്ചാൽ, ഈ V1 എത്രയാണെന്ന് ചോദിച്ചാൽ വാട്ട് ഷുഡ് യു സേ? V1 എവിടുന്ന് കിട്ടും? V1 കിട്ടണമെങ്കിൽ V1ന്റെ ഇക്വേഷൻ ഇതാണ്, E² ഡിവൈഡഡ് ബൈ 2ε0h. ഇത് കാണാതെ പഠിക്കണമെന്ന് ചോദിച്ചാൽ പഠിച്ചു എന്ന് വിചാരിച്ച് തെറ്റൊന്നുമില്ല, ഏറ്റവും നല്ലതാണ് പഠിക്കുന്നത്. ഇനി ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് വിട്ടുകളയുക. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഡിപ്പെൻഡൻസ് ആണ് പഠിക്കേണ്ടത്. ഇനി നമുക്ക് ഈ 2 എണ്ണം അറിയാമെങ്കിൽ, ഈ 2 എണ്ണം മാത്രം അറിയാമെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യവും നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ടൈം പീരീഡിന്റെ ഡിപ്പെൻഡൻസ്. ഇനി നമ്മൾ ഡിപ്പെൻഡൻസ് മാത്രമേ ആലോചിക്കുള്ളൂ കേട്ടോ, എക്സാക്ട് ഇക്വേഷനെ കുറിച്ച് നമ്മൾ ആലോചിക്കാൻ പോകുന്നില്ല. ടൈം പീരീഡിന്റെ ഡിപ്പെൻഡൻസ് എനിക്ക് അറിയണം. ഓക്കെ, അപ്പൊ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഇത് Tn ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇതിന്റെ ടൈം പീരീഡ് Tn, വെലോസിറ്റി Vn, റേഡിയസ് Rn ആണെന്ന് വിചാരിക്കുക. അപ്പൊ Tn-നെ നിങ്ങൾ എങ്ങനെ എഴുതും? ടൈം പീരീഡിനെ എങ്ങനെ എഴുതുക? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റിയാണ്. ഡിസ്റ്റൻസ് ഒരു തവണ കറങ്ങുമ്പോൾ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2πRn ആണ്. വെലോസിറ്റി എന്താണ്? Vn ആണ്. അപ്പൊ ഡിപ്പെൻഡൻസ് മാത്രം പറയുകയാണ്. എക്സാക്ട് ഇക്വേഷൻ വേണമെങ്കിൽ ഈ Vn-ഉം Rn-ഉം നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ Vn ഉണ്ട്, Rn ഉണ്ട്. നോക്കിയേ, Vn ഉണ്ട്, ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ Vn-ഉം Rn-ഉം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എക്സാക്ട് ഇക്വേഷൻ ഫോർ ടൈം പീരീഡ് കിട്ടും. പക്ഷെ അതൊന്നും ആരും ചോദിക്കുകയില്ല. വാട്ട് ഇക്വേഷൻ ഫോർ ടൈം പീരീഡ് ഇന്നുവരെ ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കാനും പോകുന്നില്ല. അതൊന്നും ആരും ഓർത്തിരിക്കാറുമില്ല. പക്ഷെ ഡിപ്പെൻഡൻസ് മാത്രം നിങ്ങൾ നോക്കൂ. ടൈം പീരീഡ് ഈസ് Tn, ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു, ഇവിടെ നോക്കിയേ, Rn-ന്റെ ഡിപ്പെൻഡൻസ് എഴുതൂ. എന്താ? n² ഡിവൈഡഡ് ബൈ Z ഡിവൈഡഡ് ബൈ V ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു Vn. അപ്പൊ Vn-ന്റെ ഡിപ്പെൻഡൻസ് ഞാൻ ഇവിടെ എഴുതും. Vn-ന്റെ ഡിപ്പെൻഡൻസ് എന്താണ് കുട്ടികളെ? Z ഡിവൈഡഡ് ബൈ n. ഈ n-യുടെ മുകളിലോട്ട് പോകും. ഓൾറെഡി ഒരു n² മുകളിലുണ്ട്. n-യുടെ മുകളിലോട്ട് പോകുമ്പോൾ n³ ആവും. Z ഇൻറ്റു Z² ആവും. അപ്പൊ ടൈം പീരീഡ്, ഡിപ്പെൻഡൻസ് ഓഫ് ടൈം പീരീഡ് നോക്കൂ, ഡയറക്ട്ലി പ്രപ്പോസ് ടു n³ ഡിവൈഡഡ് ബൈ Z². ഈ ഡിപ്പെൻഡൻസ് ഒരിക്കലും മറന്നു കളയരുത്. Tn ഈസ് ഈക്വൽ ടു ടൈം പീരീഡ് ഓഫ് ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ nth ഓർബിറ്റ് ഈസ് ഈക്വൽ ടു അല്ല, ഡയറക്ട്ലി പ്രപ്പോസ് ടു n³ ഡിവൈഡ് ബൈ Z². n എന്താന്ന് മനസ്സിലായോ? ആ ഓർബിറ്റിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് കേട്ടോ. ഈ n എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഓർബിറ്റ് ഇൻ വിച്ച് ഇലക്ട്രോൺ റിവോൾവ്സ്. ഇനി ടൈം പീരീഡ് കിട്ടുവാണെങ്കിൽ ഫ്രീക്വൻസിയുടെ, ടൈം പീരീഡ് ഡിപ്പെൻഡൻസ് അറിയാമെങ്കിൽ ഫ്രീക്വൻസിയുടെ ഡിപ്പെൻഡൻസ് പറഞ്ഞൂടെ? ഫ്രീക്വൻസി Fn, ലുക്ക് ഹിയർ, Fn ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോൺ എന്താ? ടൈം പീരീഡിന്റെ ഡിപ്പെൻഡൻസിന്റെ ജസ്റ്റ് റെസിപ്രോക്കൽ ആയിരിക്കും. എന്ത് വരും? Z² ഡിവൈഡഡ് ബൈ n³ എന്ന് വരും. അതുപോലെ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ദിസ് ഇലക്ട്രോൺ. ഇറ്റ്സ് എ റിവോൾവിംഗ് പാർട്ടിക്കിൾ. യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ്സ് ആംഗുലാർ ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ഇലക്ട്രോൺ ഈസ് ജസ്റ്റ് ലൈക്ക് Fn ബിക്കോസ് ωn ഈസ് 2πFn ആണ്. Fന്റെ അതേ ഡിപ്പെൻഡൻസ് ആയിരിക്കും Z² ഡിവൈഡഡ് ബൈ n³. ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. നിങ്ങൾ ഇതെല്ലാം സെപ്പറേറ്റ് ഓർത്തിരിക്കുക അല്ല ചെയ്യേണ്ടത്. ടൈം പീരീഡിന്റെ ഡിപ്പെൻഡൻസ് മാത്രം കാണാതെ പഠിച്ചു വെക്കുക. ബാക്കിയുള്ളതെല്ലാം തന്നെ വന്നുകൊള്ളും. എവറിത്തിങ് വിൽ ഫോളോ ആസ് ഇറ്റ് കംസ്. ഓക്കെ, ടൈം പീരീഡിന്റെ ഡിപ്പെൻഡൻസ് മാത്രം പഠിക്കുക. ബാക്കി 2 എണ്ണം ബോണസ് ആണ് നിങ്ങൾക്ക്.
കാരണം നിങ്ങൾക്ക് ടൈം പീരിയഡും ഫ്രീക്വൻസിയും ആംഗുലാർ ഫ്രീക്വൻസിയും ഒക്കെ തമ്മിലുള്ള റിലേഷൻ അറിയാം. ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നിങ്ങളെ. ഓക്കെ, അതുകൊണ്ട് അടുത്തതിലേക്ക് നമ്മൾ പോവാം. ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജനിലേക്ക്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ എന്ത് കിട്ടും നോക്കാം. ആംഗുലാർ മൊമെന്റം എന്താണ്? ഈ ആംഗുലാർ ആരുടെ ആംഗുലാർ മൊമെന്റത്തെ കുറിച്ച് ഞാൻ പറയുന്നത്? റിവോൾവിംഗ് പാർട്ടിക്കിളിന്റെ ആംഗുലാർ മൊമെന്റം. ഏത് പാർട്ടിക്കിൾ ഇവിടെ റിവോൾവ് ചെയ്യുന്നത്? ഇലക്ട്രോൺ ആണ് റിവോൾവ് ചെയ്യുന്നത്. Therefore I am speaking about the angular momentum of electron, not anything else. Angular momentum of electron. How will I write angular momentum of electron? Angular momentum of electron in nth orbit ln എഴുതാം is equal to mass of that electron, velocity of that electron, radius in which the electron revolves. m vn rn. കുട്ടികളെ ഈ vn ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. vn ഇവിടെ എഴുതിയിട്ടുണ്ട്, rn ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? നിങ്ങൾ മെന്റലി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. vn ഇവിടെയുണ്ട്, നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഞാൻ എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ പാർട്ട് vn സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ ഈ പാർട്ട് rന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്തായിരിക്കും? വളരെ വിചിത്രമായിട്ടൊരു ആൻസറാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, അല്ലേ? there will be no m, e ഉണ്ടാവില്ല, എപ്സിലോൺ നോട്ട് ഉണ്ടാവില്ല, h ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. you will get only this. നിങ്ങൾ ഒന്ന് വേണേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കോളൂ സംശയമുള്ളവര്. you will get only this nh/2π. ഇതേ കിട്ടൂ, nh/2π. അതുകൊണ്ടാണ് ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഈസ് integral multiple of h/2π എന്ന് പറയുന്നത്. Therefore, angular momentum of electron in nth orbit is directly proportional to principal quantum number. It does not depend. ഇത് ശ്രദ്ധിക്കുക. Angular momentum of electron does not depend on what? Mass number. Atomic number. Does not depend on atomic number. എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ അർത്ഥം. ഹൈഡ്രജന്റെ ഫസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ അതേ ആംഗുലാർ മൊമെന്റം ആയിരിക്കും ഹീലിയത്തിന്റെ ഫസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ. അല്ലെ ലിത്യത്തിന്റെ എടുത്തു. ലിത്യത്തിന്റെ ഫസ്റ്റ് ഓർബിറ്റ് എടുക്ക്, ഹീലിയത്തിന്റെ എടുക്ക്, ഹൈഡ്രജന്റെ എടുക്ക്. ആ ഇലക്ട്രോണിന് എല്ലാവരും ആംഗുലാർ മൊമെന്റം ആയിരിക്കും. ഇറ്റ് ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ ദ മാസ് നമ്പർ, അറ്റോമിക് നമ്പർ ഓഫ് ദ ആറ്റം. അറ്റോമിക് നമ്പറിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഡിപെൻഡ്സ് ഓൺലി ഓൺ ദ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറെ മാത്രമേ ഇത് ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഡസന്റ് ഡിപെൻഡ് ഓൺ എനിത്തിങ് എൽസ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അല്ലേ? വെലോസിറ്റി ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനെ? അറ്റോമിക് നമ്പറിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്, റേഡിയസ് ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. റേഡിയസ് ഓൾസോ ഡസ് ഡിപെൻഡ് ഓൺ ദിസ്, ബട്ട് ആംഗുലാർ മൊമെന്റം ഡസന്റ് ഡിപെൻഡ് ഓൺ ഇറ്റ്. ആംഗുലാർ മൊമെന്റം ഡസന്റ് ഡിപെൻഡ് ഓൺ ഇറ്റ്. Is it agreeable to you? See here, this equation is very important. Probably നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഇക്വേഷൻ ആയിരിക്കും ഇത്. ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഇൻ nth orbit is directly proportional to n. അല്ലെങ്കിൽ it is an integral multiple of h/2π. The angular momentum cannot have any value as it likes. It can have only integral multiple of h/2π, which is a very very small number. h/2π എന്ന് പറയുന്നത് in the order 10 to the minus 34 ആ ഓർഡറിലുള്ള ഒരു ചെറിയ നമ്പർ ആണ്. Anyhow it is quantized, it's not continuous. Electron cannot have continuous angular momentum. ഇനി അടുത്ത് നോക്കൂ. ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് കറണ്ട് അസോസിയേറ്റഡ് വിത്ത് റിവോൾവിംഗ് ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കി, ഒരു സർക്കുലാർ കോയിലിൽ കൂടെ ചാർജ് ഇങ്ങനെ കറങ്ങുന്ന പോലെ തന്നെയല്ലേ ഉള്ളത്? ദർ ഇസ് നോ ഡിഫറൻസ്. ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ സർക്കുലാർ കോയിലിൽ കൂടെ, ഒരു കണ്ടക്ടിങ് കോയിലിൽ കൂടെ കറങ്ങുന്ന പോലെ തന്നെയാണ് ഇലക്ട്രോൺ ആ ഓർബിറ്റ് കൂടെ കറങ്ങുന്നത്. അപ്പോ ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു സം മില്ലി ആംപിയർ കറന്റ്. ഡോണ്ട് തിങ്ക് ദാറ്റ് വളരെ ചെറിയ കറന്റ് ആണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു സം മില്ലി ആംപിയർ കറന്റ് ഇൻ ദ ഓർഡർ ഓഫ് സം മില്ലി ആംപിയർ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നോക്കാം. അതിന്റെ ഡിപെൻഡൻസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കറന്റിന്റെ ഇക്വേഷൻ എന്താണ് കുട്ടികളെ? കറന്റ് ഈസ് ഈക്വൽ ടു, ലുക്ക്, കറന്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ചാർജ് ഡിവൈഡഡ് ബൈ ടൈം. ചാർജ് ഡിവൈഡ് ബൈ ടൈം. നിങ്ങൾ ഒരു കണ്ടക്ടറിന്റെ ഒരു പോയിന്റിൽ ഒരു ചെക്ക് പോസ്റ്റ് ആക്കുക. അതിൽ കൂടെ എത്ര ചാർജ് കടന്നു പോകുന്നു, അതിനെടുത്ത ടൈം എത്ര, ആ ചാർജിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കറണ്ട് കിട്ടും. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു കണ്ടക്ടർ ഉണ്ട് ഇതിനിടയിൽ, അതിൽ എവിടെയെങ്കിലും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടാക്കുക. ചെക്ക് പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് എത്ര ചാർജ് കടന്നു പോകുന്ന കൗണ്ട് ചെയ്യുക. കൗണ്ട് ഇൻ ദ സെൻസ് മെഷർ ചെയ്യുക. എന്നിട്ട് അതിന് എത്ര ടൈം എടുത്തു നോക്കുക. അതിന്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ദാറ്റ്സ് എ കറണ്ട്. ഇതും അതുപോലെ തന്നെയാണ്. ഇവിടെ എന്താണ്? ചാർജ് ക്യൂ എന്നുള്ളത് ഇ ആണ് കടന്നു പോകുന്നത്. പക്ഷെ അത് കടന്നു പോകാൻ എത്ര സമയം എടുക്കും? ഒരു തവണ പോയി കഴിഞ്ഞാൽ തിരിച്ച് ആദ്യ പോയിന്റിൽ കൂടെ പോകാൻ വേണ്ടി ടൈം എടുക്കും, ടൈം പീരീഡ് എടുക്കും. അപ്പൊ നമ്മൾ ഇലക്ട്രോണിന്റെ കേസിൽ അല്ലെങ്കിൽ ഈ ഓർബിറ്റൽ മോഷന്റെ കേസിൽ നമ്മൾ ക്യൂവിന് പകരം ഇ എഴുതണം, ടിക്ക് പകരം ടൈം പീരീഡ് എഴുതണം. കാരണം ഈ ചാർജ് പാസ് ത്രൂ ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് അഗെയിൻ ആഫ്റ്റർ ദ ടൈം ക്യാപിറ്റൽ ലെറ്റർ ടി. Therefore E by T. ഈ കോൺസ്റ്റന്റ് അല്ലേ കുട്ടികളെ? ഈ കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ ടൈം പീരീഡിന്റെ ഡിപ്പെൻഡൻസിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും കറണ്ടിന്റെ ഡിപ്പെൻഡൻസ്.
ഈസ് എ കോൺസ്റ്റന്റ്. ദർ ഇസ് എ ടൈം പീരീഡ് ഹിയർ. ടൈം പീരീഡിന്റെ ഡിപെൻഡൻസ് നിങ്ങൾക്ക് അറിയാം. ടൈം പീരീഡിന്റെ ഡിപെൻഡൻസ് എന്താ? ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു n ക്യൂബ് ഡിവൈഡ് ബൈ z സ്ക്വയർ എന്നാണ് നമ്മൾ പഠിച്ചത്. therefore കറണ്ടിന്റെ ഡിപെൻഡൻസ് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രപ്പോസ് ടു z സ്ക്വയർ ഡിവൈഡഡ് ബൈ n ക്യൂബ് ആയിരിക്കും. ജസ്റ്റ് ടൈം പീരീഡ് നോക്കുക, അതിന്റെ ജസ്റ്റ് റെസിപ്രോക്കൽ എടുത്താൽ മതി. ദിസ് ഈസ് ദ ഡിപെൻഡൻസ് ഓഫ് കറണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ മൂവിംഗ് ഇലക്ട്രോൺ. മൂവിംഗ് ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കറണ്ടിന്റെ ഡിപെൻഡൻസ് അതാണ്. ദിസ് ഈസ് ദ ഡിപെൻഡൻസ്. ഇനി അടുത്തേക്ക് പോവാ. മാഗ്നറ്റിക് മൊമെന്റ് അസോസിയേറ്റഡ് വിത്ത് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ലൈക്ക്. ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ എക്സാമിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മെല്ലെ മെല്ലെ പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓർ പ്രോബബ്ലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഇതിൽ പലതും. അതുകൊണ്ട് ഞാൻ ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ എയിം എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് തരിക എന്നുള്ളതാണ്. ഈ തിയറി എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നതാണ്. ഓക്കെ, ഇനി മാഗ്നറ്റിക് മൊമെന്റ് അസോസിയേറ്റഡ് വിത്ത് ദ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. നിങ്ങൾ ഒരു ഹൈഡ്രജൻ ആറ്റം എടുക്കുക, ഹൈഡ്രജൻ ലൈക്ക് ആറ്റം എടുക്കുകയാണെങ്കിൽ there is a current associated with it. ഇല്ലേ, കറണ്ട് ഇപ്പം നമ്മൾ കണ്ടതേ ഉള്ളൂ. ആൻഡ് there is an area enclosed by this. മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? മാഗ്നറ്റിക് മൊമെന്റ് m ഓഫ് എ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഈസ് ഈക്വൽ ടു കറണ്ട് ടൈംസ് ഏരിയ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. മാഗ്നിറ്റ്യൂഡ് വൈസ് കറണ്ട് ടൈംസ് ഏരിയ ആണെന്ന് അറിയാം. കറണ്ട് നിങ്ങൾക്ക് അറിയാം, കറണ്ടിന്റെ ഡിപെൻഡൻസ് അറിയാം. ലെറ്റ് മീ റൈറ്റ് വൺസ് അഗെയിൻ. കറണ്ട് എന്ന് പറയുന്നത് I, അതിന്റെ ഡിപെൻഡൻസ് അറിയാം. ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ് കുട്ടികളെ. ആർ എന്ന് എഴുതാവേ, അല്ലെങ്കിൽ വേണ്ട, പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം, പൈ ആർ സ്ക്വയർ. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഡിപെൻഡൻസ് അറിയണമെങ്കിൽ കറണ്ടിന്റെ ഡിപെൻഡൻസ് അറിയണം, വിച്ച് വി ഹാവ് ഓൾറെഡി ഡൺ. ആൻഡ് യു മസ്റ്റ് നോ ദ ഡിപെൻഡൻസ് ഓഫ് ആർ, ആറിന്റെ സ്ക്വയർ. ആറിന്റെ ഡിപെൻഡൻസിന്റെ സ്ക്വയർ എടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ അത് ചെയ്യാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ഡു ദാറ്റ്. ലുക്ക് ഹിയർ. മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ഈക്വൽ ടു, നോക്ക് കറണ്ടിന്റെ ഡിപെൻഡൻസ് എന്താ നമ്മളിപ്പോ കണ്ടത്? z സ്ക്വയർ ഡിവൈഡഡ് ബൈ n ക്യൂബ്. റേഡിയസിന്റെ ഡിപെൻഡൻസ് എന്താണ് കുട്ടികളെ? n സ്ക്വയർ ഡിവൈഡഡ് ബൈ z, പക്ഷെ അതിന്റെ സ്ക്വയർ ബിക്കോസ് ആർ സ്ക്വയർ ഈസ് സിറ്റിംഗ് ദെയർ. ലിസൺ ഹിയർ. ഡിപെൻഡൻസ് ആണ്. ഈക്വൽ ടു എന്ന് ഞാൻ എഴുതാൻ പാടില്ല. വൈ ഷുഡ് ഐ റൈറ്റ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു. therefore m is directly proportional to what you will get. z പോയി, കാരണം z സ്ക്വയർ ഇൻറ്റു z സ്ക്വയർ ഡയറക്ട്ലി പ്രപ്പോസ് ടു n എന്ന് വന്നു. m is directly proposed to n. Magnetic moment also. Magnetic moment depends only on principal quantum number, not on the atomic number. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർബിറ്റ് ഹൈഡ്രജൻ എടുക്ക്, ഹീലിയം എടുക്ക്, ലിഥിയം എടുക്ക്, അതിന്റെ എല്ലാം ഫസ്റ്റ് ഓർബിറ്റിന്റെ മാഗ്നറ്റിക് മൊമെന്റ് സെയിം ആയിരിക്കും. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ അറ്റോമിക് നമ്പർ. അങ്ങനെ അറ്റോമിക് നമ്പറെ ഡിപ്പെൻഡ് ചെയ്യാതെ വേറൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നല്ലോ, അതേതായിരുന്നു? ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ, ആംഗുലാർ മൊമെന്റ്. ആംഗുലാർ മൊമെന്റ് ഓൾസോ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ atomic number, it depends only on n. So is the case with the what? Magnetic moment. ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് ഞാൻ വേറൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ബൈ റിവോൾവിംഗ് ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം. മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ എന്ന് പറഞ്ഞാൽ ലൂപ്പിന്റെ സെൻട്രൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. എ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെന്റർ. ഡു യു നോ ദി ഇക്വേഷൻ? μ0 I ഡിവൈഡ് ബൈ 2r, where r is the radius. അതുപോലെ തന്നെയാണ് ദിസ് ഇലക്ട്രോൺ ഈസ് റിവോൾവിംഗ് ആൻഡ് ഇറ്റ് ഈസ് ക്യാരിയിങ് കറന്റ്. ഇറ്റ് ഈസ് ക്യാരിയിങ് കറന്റ് മീൻസ് it produces a current through the path it travels. Therefore that current produces what? A magnetic field. Magnetic field at the center or at the site of the nucleus. Nucleus ഇരിക്കുന്നിടത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് കുട്ടികളെ. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് B is equal to നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് B is equal to എന്തായിരുന്നു ഇക്വേഷൻ? ഞാൻ പറഞ്ഞല്ലോ, μ0 I ഡിവൈഡഡ് ബൈ 2r. r is the radius. ഇനി μ0യും 2ഉം നോക്കൂ, μ0യും 2ഉം കോൺസ്റ്റന്റുകളാണ്. ഇതിന്റെ ഡിപെൻഡൻസ് അറിയണേ. കറണ്ടിന്റെ ഡിപെൻഡൻസിനെ റേഡിയസിന്റെ ഡിപെൻഡൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കറണ്ടിന്റെ ഡിപെൻഡൻസ് എന്തായിരുന്നു? ഡയറക്ട്ലി പ്രപ്പോസ് ടു. കറണ്ട് ഡിപെൻഡൻസ് ഓർമ്മയുണ്ടോ? z സ്ക്വയർ ഡിവൈഡഡ് ബൈ n ക്യൂബ് ഇല്ലേ? z സ്ക്വയർ ഡിവൈഡഡ് ബൈ n ക്യൂബ് അല്ലേ? എന്ന് പറഞ്ഞാൽ ടൈം പീരീഡിന്റെ ഡിപെൻഡൻസിന്റെ ഓപ്പോസിറ്റ് ആണ് കറണ്ടിന്റെ ഡിപെൻഡൻസ്. ഡിവൈഡഡ് ബൈ ആറിന്റെ ഡിപെൻഡൻസ് ഓർമ്മയുണ്ടോ? n സ്ക്വയർ ഡിവൈഡഡ് ബൈ z. n സ്ക്വയർ ഡിവൈഡഡ് ബൈ z. ഈ z-യുടെ മുകളിലോട്ട് പോയില്ല കുട്ടികളെ. therefore nth ഓർബിറ്റിലെ മാഗ്നറ്റിക് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? z ക്യൂബ് ഡിവൈഡഡ് ബൈ n ടു ദ പവർ 5 എന്ന് കിട്ടും. അപ്പൊ ഇത്രയും ഡിപെൻഡൻസ് നിങ്ങൾ പഠിച്ചു വെക്കൂ. ഞാൻ നിങ്ങളോട് ഒരിക്കലും ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കാനല്ല പറഞ്ഞത്. ഞാൻ ഈ ഡിപെൻഡൻസ് ഓർത്തിരിക്കാനാണ് പറഞ്ഞത്. ഡിപെൻഡൻസ് കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഡിപെൻഡൻസ് കാണാതെ പഠിച്ചിരിക്കണം. ഇനി നോക്കൂ, നമ്മൾ എത്ര ഡിപെൻഡൻസാ പഠിച്ചത് നോക്കൂ. പഠിച്ച ഡിപെൻഡൻസ് ഒന്നുകൂടെ ഞാൻ പറയാം. നോക്കൂ, ആദ്യമേ റേഡിയസിന്റെ ഡിപെൻഡൻസ് കാണാതെ പഠിക്കുക, വെലോസിറ്റിയുടെ ഡിപെൻഡൻസ് പഠിക്കുക. ഓക്കെ, അത് രണ്ടും പഠിച്ചാൽ ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിലായി. പിന്നെ ടൈം പീരീഡിന്റെ
അതിന്റെ റെസിപ്രോക്കൽ ആണ് ഫ്രീക്വൻസി, അതിന്റെ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒമേഗ n കിട്ടും. ആ മൂന്നെണ്ണം ഒറ്റ കാറ്റഗറിയിൽ പെട്ടു. പിന്നീട് എന്ത് ചെയ്യുക? ആംഗുലാർ മൊമെന്റത്തിന്റെ ഡിപെൻഡൻസ് പഠിക്കുക. ആംഗുലാർ മൊമെന്റം ഫോർ എനിത്തിങ് ഈസ് nh/2π. ആംഗുലാർ മൊമെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു n. അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആംഗുലാർ മൊമെന്റം ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ അറ്റോമിക് നമ്പർ ഓഫ് ദി ആറ്റം. പിന്നീട് നമ്മൾ ചെയ്ത് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? E/T. അപ്പൊ ടിയുടെ ഡിപെൻഡൻസിന്റെ ജസ്റ്റ് റെസിപ്രോക്കൽ ആയിരിക്കും കറണ്ടിന്റെ ഡിപെൻഡൻസ്. പിന്നെ എന്താണ് കുട്ടികളെ? മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് ടൈംസ് ഏരിയ ആണ്. കറണ്ടിന്റെ ഡിപെൻഡൻസ് അറിയാം, ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. ആറിന്റെ ഡിപെൻഡൻസ് അറിയാം, therefore you know the dependence of r². Therefore you just multiply those two dependence to get the dependence of magnetic moment. Okay. ഇനി ഫൈനലി നമ്മൾ എന്ത് പഠിക്കണം? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് റിവോൾവിംഗ് ഇലക്ട്രോൺ. That is very interesting. നോക്കൂ, directly proposed to Z³ divided by n⁵. ഇവിടെ സിസ്റ്റമാറ്റിക്കലി ഞാൻ എഴുതിയിട്ടുണ്ട്. I will share this slide with you. I have written it systematically here. Okay. നോക്കൂ, അതെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദ തിയറി പാർട്ട്. നോക്കൂ, വാട്ട് ഈസ് ദാറ്റ്? ഒരു ചെറിയ കാര്യം ഇവിടെ പറഞ്ഞ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ബിയോണ്ട് ലൈറ്റ് വേരിയസ് പാരാമീറ്റേഴ്സ് എമിറ്റഡ് ബൈ ഫോട്ടോൺ ഡ്യൂറിംഗ് ഇലക്ട്രോൺ ട്രാൻസിഷൻ. നിങ്ങൾക്ക് ഇലക്ട്രോണിന്റെ എനർജി അറിയാം, ഡിഫറൻറ്റ് സ്പെക്ട്രം ഒക്കെ അറിയാവുന്നതാണ്. അതെല്ലാം നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ഡൗട്ട് ഉള്ള ഒരു ഏരിയയിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഞാൻ എഴുതിയിട്ടുള്ള ഹെഡിങ് നിങ്ങൾ ഒന്നുകൂടെ വായിക്കൂ. Just read what I wrote. വായിച്ചോ? വേരിയസ് പാരാമീറ്റേഴ്സ് ഓഫ് എമിറ്റഡ് ഫോട്ടോൺ. ആരുടെ പാരാമീറ്റർ? നമ്മൾ ഇലക്ട്രോണിന്റെ പാരാമീറ്റർ അല്ല ഇവിടെ പറയുന്നത്. കുട്ടിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമാണ്. എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെന്ന് ആദ്യമേ ഒരു ബോധ്യം വേണ്ടേ? വേരിയസ് പാരാമീറ്റേഴ്സ് ഓഫ് എമിറ്റഡ് ഫോട്ടോൺ. എപ്പോഴും ഈ ഫോട്ടോൺ എമിറ്റ് ചെയ്യപ്പെടുന്ന ആരാണ്? ഈ ഫോട്ടോണെ എമിറ്റ് ചെയ്യുന്നത്? ഒരു ഇലക്ട്രോൺ ട്രാൻസിഷൻ ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് നടക്കുമ്പോൾ, സ്പോണ്ടേനിയസ് ആണത്, ദാറ്റ് വിൽ ഹാപ്പൻ ബൈ ഇറ്റ്സെൽഫ്. നടക്കുമ്പോൾ അതിന്റെ എനർജി ഡിഫറൻസ് ഫോട്ടോൺ ആയിട്ട് എമിറ്റ് ചെയ്യപ്പെടും. ദാറ്റ് ഹാപ്പൻസ്. ആ ഫോട്ടോണിന്റെ വേവ് ലെങ്ത് എത്ര, ആ ഫോട്ടോണിന്റെ ഫ്രീക്വൻസി എത്ര, ആ ഫോട്ടോണിന്റെ എനർജി എത്ര, ആ ഫോട്ടോണിന്റെ മൊമെന്റം എത്ര. ഫോട്ടോണിന് മൊമെന്റം ഉണ്ട് കേട്ടോ. അതിന്റെ റെസ്റ്റ് മാസ് 0 ആണെങ്കിലും അതിന് മൊമെന്റം ഉണ്ട്. നിങ്ങൾ E=PC എന്നുള്ള ഇക്വേഷൻ പഠിച്ച ഓർമ്മയുണ്ടോ? E=energy, E=PC. Anything which has energy carries a momentum with it. Anything which has energy has momentum also. Anything which has energy has momentum. Or without momentum, no one can carry energy. Did you understand? അപ്പം ഈ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ. വേവ് നമ്പർ. എന്താണ് ഈ വേവ് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു മീറ്ററിൽ എത്ര വേവുകൾ ഉണ്ടോ അതാണ് വേവ് നമ്പർ എന്ന് പറയുന്നത്. അത് വേവിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും അല്ലേ? ഒരു വേവ് കടന്നു പോയാന്ന് വിചാരിക്കുക. മീഡിയത്തിൽ നിന്ന് 1 മീറ്റർ മുറിച്ചെടുക്കുക, എന്നിട്ട് വേവുകൾ എണ്ണുക, എത്ര വേവ് ഉണ്ട്. അതിനെയാണ് വേവ് നമ്പർ എന്ന് പറയുന്നത്. ആംഗുലാർ വേവ് നമ്പർ അല്ല കേട്ടോ. ആംഗുലാർ വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ 2π/λ. ആംഗുലാർ വേവ് നമ്പർ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്, അതല്ല വേവ് നമ്പർ. വേവ് നമ്പർ ഈസ് ഡിഫറെന്റ്, ആംഗുലാർ വേവ് നമ്പർ ഈസ് ഡിഫറെന്റ്. ഒന്നുകൂടെ ഞാൻ പറയാം. വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു മീഡിയത്തിൽ കൂടെ ഏതെങ്കിലും ഒരു വേവ് കടന്നു പോകുമ്പോൾ 1 മീറ്റർ ആ മീഡിയത്തിലെ മുറിച്ചെടുക്കുക, എന്നിട്ട് വേവിനെ എണ്ണി നോക്കുക, എത്ര വേവ് ഉണ്ടോ അതാണ് അതിന്റെ വേവ് നമ്പർ. അതിനെ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആംഗുലാർ വേവ് നമ്പർ കിട്ടും. എന്ന് പറഞ്ഞാൽ 1 മീറ്ററിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഫേസ് ആണ്. ഫേസ് കണ്ടെയ്ൻ ഇൻ 1 മീറ്റർ. അതാണ് ആംഗുലാർ വേവ് നമ്പർ. അതിനെക്കുറിച്ച് നിങ്ങൾ വിട്ടേക്ക്. വേവ് നമ്പറിനെ കുറിച്ച് മാത്രം ആലോചിക്കും. അപ്പൊ വേവ് ലെങ്ത് ലാംഡയാണ്. വേവ് ലെങ്ത് നമ്പർ 1/λ ആണ്. ലുക്ക് ഹിയർ. വേവ് നമ്പർ 1/λ ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഹൈഡ്രജന്റെ കേസിൽ ഇങ്ങനെ എഴുതുന്നത് R ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ N2. N2 എന്ന് പറഞ്ഞാൽ N ഫൈനൽ ആണ്. ഫൈനൽ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ N ഇനീഷ്യൽ സ്ക്വയർ. ഇത് ഹൈഡ്രജന്റെ കേസിൽ വർക്ക് ചെയ്യും. പക്ഷെ ഹൈഡ്രജൻ അല്ല, ഹൈഡ്രജൻ ലൈക്ക് ആണെങ്കിൽ you must remember there is an Z square sitting here. This is the exact equation which can be used for any atom, any hydrogen like atom, any transition in which happens in hydrogen like atom. ഹൈഡ്രജൻ ആണെങ്കിൽ ഈ Z1 ആയിരിക്കും, ഇത്രേ വരികയുള്ളൂ. ഇതായിരിക്കും നിങ്ങൾ കെമിസ്ട്രി കൂടുതലും പഠിച്ചിട്ടുള്ളത്. എനിക്കറിയില്ല എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത്. ഓക്കെ, അപ്പം ഇതെന്താണ് വേവ് നമ്പർ, വേവ് ലെങ്ത് അല്ല. ഇതിന് വേണേ വേവ് ലെങ്ത് എടുക്കാം, നമുക്ക് റെസിപ്രോക്കൽ എടുത്താൽ മതി. എന്താണ് കുട്ടികളെ R എന്ന് പറഞ്ഞാൽ റേഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ നിങ്ങൾ ഓർമ്മയുണ്ടോ? റേഡ്ബർഗ് കോൺസ്റ്റന്റ് R ഈസ് ഈക്വൽ ടു 1.097 ഇൻറ്റു 10⁻⁷ മീറ്റർ ഇൻവേഴ്സ് ആണ് കുട്ടികളെ. മീറ്റർ ഇൻവേഴ്സ് ഈസ് ഇറ്റ്സ് യൂണിറ്റ്. മീറ്റർ ഇൻവേഴ്സ് ഈസ് ഇറ്റ്സ് യൂണിറ്റ്. കണ്ടോ, ഇസഡിന് യൂണിറ്റ് ഇല്ല,
എന്നിനൊന്നും യൂണിറ്റ് ഇല്ല. അപ്പൊ ആറിന്റെ യൂണിറ്റ് 1/λ ആയിരിക്കും, എന്ന് പറഞ്ഞാൽ മീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇത് കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. മീറ്റർ ഇൻവേഴ്സ് ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കെമിസ്ട്രി സെന്റിമീറ്റർ ഇൻവേഴ്സ് ആയിട്ടായിരിക്കും തന്നിട്ടുള്ളത്. സെന്റിമീറ്റർ ഇൻവേഴ്സ് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യരുത്. അവിടെ പഠിച്ചത് തന്നെയാണ് ഇവിടെ. ഇവിടെ മീറ്റർ ഇൻവേഴ്സ് പറയുന്നു, അവിടെ നിങ്ങൾ സെന്റിമീറ്റർ ഇൻവേഴ്സിലായിരിക്കും പഠിച്ചിട്ടുണ്ടാകുക. ഇനി ഫ്രീക്വൻസി, ആരുടെ ഫ്രീക്വൻസിയെ കുറിച്ച് നമ്മൾ പറയുന്നത്? ഇലക്ട്രോണിന്റെ ആണോ? നടക്കുന്ന ഇലക്ട്രോണിനെ വിട്ടുകളയുക. നമ്മൾ ഇലക്ട്രോണിനെ കുറിച്ചല്ല ഇപ്പൊ പറയുന്നത്. ഇലക്ട്രോൺ ഒരു ഹയർ സ്റ്റേറ്റിൽ നിന്ന് NI സ്റ്റേറ്റിൽ നിന്ന് NFലേക്ക് ചാടി, ട്രാൻസ്മിഷൻ സംഭവിച്ചു ബൈ ഇറ്റ്സെൽഫ്, സ്പോണ്ടേനിയസ് ആണത്. അപ്പോ പുറത്തു വന്ന റേഡിയേഷൻ, ഫോട്ടോണിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫോട്ടോൺ, ഐ ആം സ്പീക്കിംഗ് അബൌട്ട് ഫോട്ടോൺ. ഓക്കെ, ദിസ് വൺ, ഈ റെഡ് കളറിൽ കാണുന്ന ഈ സാധനത്തെ കുറിച്ച്, ഈ സാധനമില്ല കുട്ടികളെ, ഈ സാധനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ഫോട്ടോന്റെ വേവ് ലെങ്തിനെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി അതേ ഫോട്ടോന്റെ ഫ്രീക്വൻസിയെ കുറിച്ച് ഞാൻ പറയുകയാണ്. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി? കുട്ടികളെ, ഫ്രീക്വൻസി എന്ന് പറയുന്നത് C/λ അല്ലേ? C/λ. പക്ഷെ 1/λ നമ്മുടെ ഓൾറെഡി ഇവിടെ ഇല്ലേ? 1/λ ഈസ് ദർ വിത്ത് അസ്. ഇതിനെ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫ്രീക്വൻസി ആയില്ലേ? ഇവിടെ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ C കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പൊ ഫ്രീക്വൻസി എന്ന് കിട്ടും. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു, നോക്കൂട്ടിടെ, Z² ഒന്നും പറ്റിയിട്ടില്ല, R ഒന്നും പറ്റിയിട്ടില്ല, C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മള്. ഈസ് ഈക്വൽ ടു, ബാക്കി ഈ ഭാഗം അതുപോലെ തന്നെ, 1/NF² മൈനസ് 1/NI². അത് മാറ്റമൊന്നുമില്ല. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് ദ ഫ്രീക്വൻസി. ഹൂസ് ഫ്രീക്വൻസി? ആ ഫോട്ടോണിന്റെ ഫ്രീക്വൻസി. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇലക്ട്രോണിനെ കുറിച്ചല്ല ഇത്. കുട്ടികൾക്ക് കൺഫ്യൂഷൻ, എപ്പോഴും കൺഫ്യൂഷൻ. ഞാൻ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടല്ല കേട്ടോ. ഞാൻ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് വരുന്ന ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, ദേ ആർ നോട്ട് നോയിങ് വാട്ട് ദേ ആർ സ്റ്റഡിങ്. ദാറ്റ്സ് എ പ്രോബ്ലം. എന്താണ് പഠിക്കുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? നമ്മൾ പറയുന്നത് ഫോട്ടോണിനെ കുറിച്ചാണ്. ആ ഫോട്ടോൺ എവിടുന്ന് വന്നു? ഒരു ഇലക്ട്രോൺ ട്രാൻസിഷൻ സംഭവിച്ചപ്പോൾ. എവിടുന്ന്? ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ സംഭവിക്കൂ, സ്വന്തമായി സംഭവിക്കൂ. അപ്പൊ ഫോട്ടോൺ എമിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിൽ നിന്ന് വരുന്ന ഫോട്ടോണിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി നോക്കൂ, എനർജി. ആരുടെ എനർജി? ആ ഫോട്ടോണിന്റെ എനർജി. എനർജി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രീക്വൻസി ഇല്ലേ? ഫ്രീക്വൻസി ഉള്ളത് കൊണ്ട് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ H കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. H ന്യൂ എന്ന് പറഞ്ഞാൽ ഈ സൈഡും H കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ H കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ H കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ നമുക്ക് എനർജിയുടെ ഇക്വേഷൻ ആയി. എനർജി ഈസ് ഈക്വൽ ടു, ലിസൺ ഹിയർ ചിൽഡ്രൻ, എനർജി ഈസ് ഈക്വൽ ടു Z² RHC എന്ന് എഴുതാം. H കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു C 1/NF² മൈനസ് 1/NI². That's the equation for energy of the emitted photon. ഓക്കെ ആണോ? ഇനി നോക്കൂ നിങ്ങൾ, മൊമെന്റം. ആരുടെ മൊമെന്റം? ഈ ഫോട്ടോണിന്റെ മൊമെന്റം. നാലാമത്തെ പാരാമീറ്റർ നമ്മൾ എഴുതാൻ പോവുക. മൊമെന്റം എങ്ങനെയാ എഴുതുക? മൊമെന്റം നിങ്ങൾക്ക് അറിയാം. മൊമെന്റം ഈസ് ഈക്വൽ ടു E/C അല്ലേ കുട്ടികളെ? E/C. നോക്കൂ, മൊമെന്റം P ഈസ് ഈക്വൽ ടു എനർജി ഡിവൈഡ് ബൈ C ആണ്. എന്ന് പറഞ്ഞാൽ ഇതിനെ C കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ നെ C കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൊമെന്റമായി. അപ്പൊ ഈ C വെട്ടിക്കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ H/C ആണ് മൊമെന്റം. ഇതാലോചിച്ച് നോക്കൂ. മൊമെന്റം ഈസ് ഈക്വൽ ടു H/C. H/C അല്ല, H/λ. സോറി, മൊമെന്റം ഈസ് ഈക്വൽ ടു H/λ ആണ് കുട്ടികളെ. 1/λ ഇക്വേഷൻ ഇല്ലേ ഇത് 1/λ അല്ലേ? ഇതിനെ H കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബേസിക് ആയിട്ട് ഈ ഇക്വേഷൻ നിങ്ങൾ എടുക്കൂ. ഇതിനെ H കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആയി. അപ്പം മൊമെന്റം P ഈസ് ഈക്വൽ ടു Z² RH കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഞാൻ പറഞ്ഞു. 1/what? N final square minus 1/N initial square. നോക്കൂട്ടികളെ, ഇവിടെ എല്ലാം ഈ പാട്ട് ഒരുപോലെയല്ലേ? ഇത് കണ്ടോ, ഈ പാട്ട് എല്ലാ ഇക്വേഷനും ഒരുപോലെയാണ്. ഇപ്പൊ ഇവിടെ മാത്രം ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങൾക്ക് ഈ 4 പാരാമീറ്റേഴ്സും കിട്ടും. 1/λ, വേവ് നമ്പർ, ഫ്രീക്വൻസി, എനർജി, മൊമെന്റം. ഇതെല്ലാം പറയുന്നത് ഫോട്ടോണിനെ കുറിച്ചാണ്. I am speaking about photon, nothing else. Okay. ഇനിയും നോക്കൂ, ഇതൊരു ഫോട്ടോണിനെ എമിറ്റ് ചെയ്യുമ്പോൾ ആറ്റത്തിന് എന്ത് സംഭവിക്കും? ആറ്റത്തിന്റെ എനർജി കുറയും. കാരണം ഈ ഫോട്ടോൺ എനർജി എടുത്തോണ്ടാ പോകുന്നത്. എനർജി കൺസർവേഷൻ ഈസ് ഓൾവേസ് വാലിഡ്. അത് മാത്രമല്ല സംഭവിക്കുന്നത്. എന്താണെന്നറിയാമോ? ഇറ്റ് ഇസ് ലൈക്ക് എ ബുള്ളറ്റ് അല്ലേ? ഒരു ഗണ്ണിൽ നിന്ന് നിങ്ങൾ ബുള്ളറ്റ് ഫയർ ചെയ്യുകയാണെങ്കിൽ ഗണ്ണിന് എന്ത് സംഭവിക്കും? ഗണ്ണ് റീകോയിൽ ചെയ്യും, അതുപോലെ ആറ്റവും റീകോയിൽ ചെയ്യും. കാരണം എന്തായിരുന്നു? ആറ്റത്തിന്റെ ഈ ഫോട്ടോൺ ആദ്യമേ ടോട്ടൽ മൊമെന്റം 0 ആയിരുന്നു. ഇപ്പൊ ഫോട്ടോണിന് സം പോസിറ്റീവ് മൊമെന്റം കിട്ടി, ഫോർവേഡ് മൊമെന്റം. Therefore the atom must have same momentum in backward to conserve
momentum. Momentum conservation must happen, children. Energy conservation, of course, should happen. Not only that, momentum conservation also should be accounted for. അപ്പൊ ഈ ആറ്റത്തിന്റെ മൊമെന്റ് എത്രയാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ആറ്റത്തിന്റെ മൊമെന്റ് അറിയണം, അതിന്റെ മാസ് അറിയണം, അതിന്റെ വെലോസിറ്റി അറിയണം. എന്നാലേ ആറ്റത്തിന്റെ മൊമെന്റം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ വെലോസിറ്റി ഓഫ് ദ ആറ്റം കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെ സാധാരണഗതിയിൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഫോട്ടോണിന്റെ മൊമെന്റം നമുക്കറിയാലോ, അതേ മൊമെന്റമാണ് ഈ ആറ്റത്തിൽ നിന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, മൊമെന്റം പക്ഷെ റിവേഴ്സ് ഡയറക്ഷൻ ആയിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ നോക്കി, മൊമെന്റം ഓഫ് ഫോട്ടോൺ, മൊമെന്റം ഓഫ് ഫോട്ടോൺ. ലുക്ക്, മൊമെന്റം ആരുടെ? ഓഫ് ഫോട്ടോൺ. ഫോട്ടോണിന്റെ മൊമെന്റം നമ്മളിപ്പോ കണ്ടതേ ഉള്ളൂ. പി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു കുട്ടികളെ? ഞാൻ മറന്നുപോയി. ഇസഡ് സ്ക്വയർ ആർ എച്ച്, ഇസഡ് സ്ക്വയർ ആർ എച്ച് ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എൻ ഫൈനൽ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എൻ ഐ സ്ക്വയർ. ഇതാണ് മൊമെന്റം ഓഫ് ഫോട്ടോൺ. ഇത് ഫോർവേഡ് മൊമെന്റം ആണ് ഇതിനുള്ളത്. അപ്പോൾ മൊമെന്റം ഓഫ് ആറ്റം എത്രയായിരിക്കും? ആറ്റം മസ്റ്റ് ഹാവ് സെയിം മൊമെന്റം ഇൻ റിവേഴ്സ് ഡയറക്ഷൻ. ദിസ് ഫോർവേഡ് ആണെങ്കിൽ, ഇത് ഫോർവേഡ് മൊമെന്റം ആണെങ്കിൽ മൊമെന്റം ഓഫ് ആറ്റം എത്രയായിരിക്കും? മൊമെന്റം ഓഫ് ആറ്റം ഇതിനെ പുറത്തുവിട്ട ആറ്റം ഉണ്ടല്ലോ, അതിന്റെ മൊമെന്റം എത്രയായിരിക്കും? ഇത് തന്നെ, ഇസഡ് സ്ക്വയർ ആർ എച്ച് 1 ഡിവൈഡഡ് ബൈ എൻ എഫ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ എൻ ഐ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇത് എങ്ങോട്ടായിരിക്കും? റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും. ടോട്ടൽ മൊമെന്റം എത്രയായിരിക്കും? ഇത് രണ്ടുകൂടെ കൂട്ടി നോക്കിയാൽ ഇതൊരു പോസിറ്റീവ് മൊമെന്റോ, ഇത് നെഗറ്റീവ് മൊമെന്റോ, റിവേഴ്സ് ഡയറക്ഷൻ ആയതുകൊണ്ട്. യു ക്യാൻ തിങ്ക് ദാറ്റ് വേ. When you add them together, you will get 0, which was the momentum before the electron transition takes place or before the photon emission takes place. ഇനി നിങ്ങൾക്ക് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആറ്റത്തിന്റെ വെലോസിറ്റി അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളിവിടെ ഇതിന് എം വി കൊടുത്താൽ മതി. എം വി കൊടുത്തിട്ട് വി വേണമെങ്കിൽ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വി കിട്ടും. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് വെലോസിറ്റി ഓഫ് ദ ആറ്റം ഇൻഡയറക്റ്റ് വേയിൽ മെത്തേഡിൽ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റും. കാരണം ആറ്റത്തിന്റെ മൊമെന്റം ഫോട്ടോന്റെ അതേ മൊമെന്റം ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് ആ മൊമെന്റത്തിന് എം വി കൊടുക്കുക, എന്നിട്ട് എം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈവൻ ദ വെലോസിറ്റി ഓഫ് റീകോയിൽ വരെ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, ഇതാണ് തിയറി. ഇത്രയും തിയറി നിങ്ങൾ പഠിച്ചാൽ മതി തൽക്കാലം. ഇത് പോരാ, ആക്ച്വലി ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒരു നല്ല പ്രോബ്ലം ചെയ്യുകയാണ്. ഇത് ഏത് പ്രോബ്ലം ആണെന്ന് നോക്കി? JEE അഡ്വാൻസ്ഡിന് ചോദിച്ച പ്രോബ്ലം. JEE അഡ്വാൻസ്ഡിന് ചോദിച്ച പ്രോബ്ലമാണ്. നല്ലൊരു പ്രോബ്ലമാണ്. അത് അതിന്റെ ബ്യൂട്ടി കണ്ടിട്ട് ഞാൻ ഒഴിവാക്കാണ്ട് എടുത്തതാണ്. നോക്കൂ, വായിക്കുന്നത് ഇത് ഞാൻ സമയമെടുത്ത് ചെയ്യാം. ഇത് വളരെ കോൺസെപ്റ്റ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോബ്ലം ആയതുകൊണ്ട് ഐ വിൽ ടേക്ക് സം ടൈം. യു ജസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ. റീഡ്. നോക്കിയോട്ടില്ലേ? The radius of the orbit of an electron in hydrogen atom is 1.5 A0. A0 എന്ന് പറഞ്ഞാൽ എന്താ? ബോസ് റേഡിയസ്. ഏത് ആറ്റമാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റമാണ്. ഹൈഡ്രജൻ അല്ല കേട്ടോ, ഹൈഡ്രജൻ ലൈക്ക്. അപ്പൊ ഹീലിയം ആകാം, ലിത്യം ആവാം, എനിത്തിങ്. ഓക്കെ, ഇറ്റ്സ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം തന്നിട്ടുണ്ട്. കണ്ടോ, ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് H is Planck's constant and R is Rydberg constant. Possible wavelength when atom de-excite. ഈ ആറ്റം ഡീഎക്സൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ എക്സൈറ്റഡ് ഇലക്ട്രോൺ തിരിച്ചു വരുമ്പോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർബിറ്റിലേക്ക് വരുമ്പോ ഇപ്പൊ ഫസ്റ്റിലല്ല ഉള്ളത്, വേറെ എവിടെയോ ഉള്ളത്, എനിക്കറിയില്ല. മേ ബി തേർഡിലാവാം, ഫോർത്തിലാവാം. തേർഡിലാന്ന് വിചാരിക്കുക. അതിന് ഏതെല്ലാം പോസിബിലിറ്റി ഉണ്ട്? തേർഡിൽ നിന്ന് 1ലേക്ക് വരാം, തേർഡിൽ നിന്ന് 2ലേക്ക് വരാം, പിന്നെ 1ലേക്ക് വരാം. തേർഡിൽ നിന്ന് 1ലേക്ക് ഡയറക്റ്റ് വരാം, തേർഡിൽ നിന്ന് 2ലേക്ക് വരാം, അത് സെക്കൻഡ് പോസിബിലിറ്റി. പിന്നെ 2ൽ നിന്ന് 1ലേക്ക് വരാം. അങ്ങനെ 3 പോസിബിലിറ്റി ഉണ്ട്. എത്രാമത്തെ ഓർബിറ്റിലാണ് ഈ ഇലക്ട്രോൺ ഉള്ളതെന്ന് ആദ്യമേ കണ്ടുപിടിക്കണം. അതിന് ഈ ആംഗുലാർ മൊമെന്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുക. നോക്കൂട്ടികളെ, ഡിപ്പെൻഡ് ഓൺ ദിസ് ആംഗുലാർ മൊമെന്റം. ഓൾ ഓഫ് യു ലിസൺ ഹിയർ, ഓൾ ഓഫ് യു ലുക്ക്. ഇത് ആംഗുലാർ മൊമെന്റം അല്ലേ? അപ്പൊ ഞാൻ എഴുതാൻ പോവുകയാണ്. ഇവിടെ എഴുതുകയാണ്, ശ്രദ്ധിക്കൂ. ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു NH/2π അല്ലേ? Because angular momentum does not depend on atomic number. നമ്മൾ പഠിച്ചതാ. It depends only on principal quantum number. ഇവിടെ ആംഗുലാർ മൊമെന്റം എത്രയാ തന്നിട്ടുള്ളത്? 3h/2π എന്ന്. 3h/2π എന്ന് കൊടുത്തു. ഈസ് ഈക്വൽ ടു NH/2π. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടി? N ഈസ് ഈക്വൽ ടു എത്രാന്ന് കിട്ടി കുട്ടികളെ? 3 എന്ന് കിട്ടി. അപ്പോൾ ഇലക്ട്രോൺ ഉള്ളത് എവിടെയാണ്? ഇലക്ട്രോൺ എവിടെയാണുള്ളത്? 3യിലാണുള്ളത്. ഇനി ഏത് ആറ്റം എന്നറിയണം എന്ന് പറഞ്ഞാൽ അതിന്റെ അറ്റോമിക് നമ്പറും കണ്ടുപിടിക്കണം. അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ നമുക്ക് തന്നിട്ടുള്ളത് നോക്കൂ. ഇവിടെ നമുക്ക്
അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 4.5a0. അപ്പൊ റേഡിയസിന്റെ ഇക്വേഷൻ എഴുതൂ. റേഡിയസിന്റെ ഇക്വേഷൻ ഞാൻ എഴുതാൻ പോവുകയാണ്. റേഡിയസ് ഓഫ് nth ഓർബിറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? n സ്ക്വയർ ഡിവൈഡഡ് ബൈ za0. ഓർമ്മയുണ്ടോ? നമ്മളിപ്പോ ചെയ്തേ ഉള്ളൂ. n സ്ക്വയർ ഡിവൈഡ് ബൈ za0. Rn ഇവിടെ തന്നിട്ടുണ്ട് 4.5a0 എന്ന് തന്നിട്ടുണ്ട്. ലെറ്റ് മീ റൈറ്റ് 4.5a0 ഈസ് ഈക്വൽ ടു n സ്ക്വയർ ഡിവൈഡഡ് ബൈ za0. a0 വെട്ടിപ്പോയി n നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. n 3 എന്ന് കിട്ടിയിട്ടുണ്ട്. നോക്കൂ, ഈ a0 അടുത്തും വെട്ടി n ന് 3 കൊടുക്കുകയാണെങ്കിൽ 9 ബൈ സംതിങ് ഈസ് ഈക്വൽ ടു 4.5. വാട്ട് ഈസ് ദാറ്റ് ദെൻ? z ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. 2 z ഈസ് ഈക്വൽ ടു 2. ആ രണ്ട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. z ഈസ് ഈക്വൽ ടു 2 ആണെന്നും എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹീലിയം ആറ്റം ആൻഡ് ഇൻ ഇറ്റ് ഓൺലി 1 ഇലക്ട്രോൺ ഈസ് ദെയർ ബിക്കോസ് വാട്ട്? ഹൈഡ്രജൻ ലൈക്ക് ആറ്റം എന്ന് പറയുന്നുണ്ട്. ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അത് ഏത് ഓർബിറ്റിലാണ് ഉള്ളത്? തേർഡ് ഓർബിറ്റിലാണ് ഉള്ളത്. ഇനിയും ഏതെല്ലാം പോസിബിലിറ്റി ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. 3യിൽ നിന്ന് 1ലേക്ക് വന്നുകൂടെ? അതൊരു പോസിബിലിറ്റി. പിന്നെ വേറെ ഏതാ പോസിബിലിറ്റി ഉള്ളത്? 3യിൽ നിന്ന് 2ലേക്ക് വന്നുകൂടെ? ദാറ്റ് ഈസ് അനദർ പോസിബിലിറ്റി. പിന്നെ 2ൽ നിന്ന് 1ലേക്ക് വരാം. അങ്ങനെ 3 പോസിബിലിറ്റി ഉണ്ട്. ഈ 3 പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് 3 വേവ് ലെങ്ത് എമിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ 3 വേവ് ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. നോക്കുട്ടികളെ, ഞാനിവിടെ വരച്ച് കാണിക്കാം. ഇതെന്റെ ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. ഈ ഫസ്റ്റ് പ്രോബ്ലം ഞാൻ കുറച്ച് സമയം എടുത്ത് ചെയ്യുന്നതേ. ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പ്രോബ്ലം എനിക്ക് കുറച്ച് സ്പീഡിൽ പോകാമല്ലോ. ഇത് ഫസ്റ്റ് ഓർബിറ്റ് ആണ്. ഫസ്റ്റ് ഓർബിറ്റ്. ഇനി അടുത്ത ഓർബിറ്റ് ഇതായിക്കോട്ടെ കുട്ടികളെ, സെക്കൻഡ് ഓർബിറ്റ്. ഓക്കെ, ഇനി തേർഡ് ഓർബിറ്റ് കൂടെ ഞാൻ വരയ്ക്കാം. സി തേർഡ് ഓർബിറ്റ് ഇത്. ഇപ്പൊ ഇലക്ട്രോൺ ഉള്ളത് എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. ഇവിടെയാണ് ഇലക്ട്രോൺ ഉള്ളത്, തേർഡിലാണ് ഉള്ളത്. ആ ഇലക്ട്രോണിന് എങ്ങോട്ട് വരാം? 1ലേക്ക് വരാം. അതൊരു പോസിബിലിറ്റി. ഈ തേർഡിലുള്ള ഇലക്ട്രോണിന് എങ്ങോട്ട് വരാം? 2ലേക്ക് വരാം. അത് വേറൊരു പോസിബിലിറ്റി. 2ലേക്ക് വന്നിട്ട് 1ലേക്ക് വരാം. അങ്ങനെ 3 പോസിബിലിറ്റിയാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ലാംഡ പോസിബിൾ ആണ്? ലാംഡ 3 to 1 പോസിബിൾ ആണ്. 3ൽ നിന്ന് 1ലേക്ക് പോസിബിൾ ആണ്. ലാംഡ 3ൽ നിന്ന് 2ലേക്ക് പോസിബിൾ ആണ്. ലാംഡ 2ൽ നിന്ന് 1ലേക്ക് പോസിബിൾ. ഇങ്ങനെ 3 പോസിബിലിറ്റി ഉണ്ട്. ഈ 3 വേവ് ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് അടുത്ത പേജിൽ. ഇത് എല്ലാവർക്കും മനസ്സിലായോ? ഡിഡ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സ്പീക്കിംഗ് അബൌട്ട്? ഇത് അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലാക്കി ചെയ്യുക. നോക്കൂ, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? ആദ്യമേ ഞാൻ ലാംഡ എവിടുന്ന് 3 ചെയ്യുക. 3ൽ നിന്ന് 1ലേക്ക്. എന്താണ് കുട്ടികളെ നമ്മുടെ ഇക്വേഷൻ? 1 by lambda. ഓക്കെ, ലുക്ക് ഹിയർ. 1 by lambda from 3 to 1. വാട്ട് ഈസ് ദാറ്റ് ഇക്വേഷൻ? ഹൈഡ്രജൻ ലൈക്ക് ആറ്റം ആണ്. ആദ്യമേ ഞാൻ ഇതിന്റെ മാസ്റ്റർ ഇക്വേഷൻ എഴുതാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. 1 divided by lambda is equal to z square r 1 divided by n what final square minus 1 divided by n initial square. ഇതാണ് നമ്മുടെ മാസ്റ്റർ ഇക്വേഷൻ. ഇനി ഞാൻ അതിന്റെ ഫസ്റ്റ് കേസിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദാറ്റ്? 1 divided by lambda 3 1 എന്ന് പറഞ്ഞാൽ 3 to 1. 3 1 means 3 to 1. z square, z എത്ര കിട്ടിയേ? 2 ആ കിട്ടിയേ. അപ്പൊ z square എന്ന് പറഞ്ഞാൽ 4 r. എവിടെ നിന്ന് എങ്ങോട്ടാണ്? നമ്മൾ 3ൽ നിന്ന് 1ലേക്ക്. അപ്പൊ ഇവിടെ 1 1 divided by 3 square എന്ന് പറഞ്ഞാൽ 1 by 9. മനസ്സിലായോ? 1 by 1 square 1 by 1 square divide by 1 by 3 square എന്നാണ് എഴുതേണ്ടത്. 3ൽ നിന്ന് 1ലേക്ക്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1 by lambda 31 is equal to 8 4 32 r by 9 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി കുട്ടികളെ? ലാംഡ ലാംഡ 31 കിട്ടി. 9 ഡിവൈഡഡ് ബൈ റെസിപ്രോക്കൽ എടുത്താൽ മതി. 8 4 32 r എന്ന് കിട്ടി. ഇതൊരു പോസിബിലിറ്റിയാണ്. ഒരു പോസിബിലിറ്റി ഇത്. നോക്കൂ, ഇനി അടുത്ത പോസിബിലിറ്റിയെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് പോസിബിലിറ്റി? ലിസൺ ഹിയർ. 1 divided by lambda 3 2. 3ൽ നിന്ന് 2ലേക്ക് ജമ്പ് ചെയ്യാനോ? 3ലാ ഉള്ളത്, 2ലേക്ക് വരാനോ? വാട്ട് ഈസ് ദാറ്റ്? 4r നോ ചേഞ്ച്. എവിടുന്ന? 2ലേക്കാ ജമ്പിങ്. അപ്പൊ 1 divided by 2 square 4 മൈനസ് എവിടുന്ന ജമ്പിങ്? 3ൽ നിന്ന് 1 divided by 9. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 39 36 മോളിൽ പോകും അല്ലേ? 4 5 അതിനാൽ 26 താഴെ. ഓക്കെ, ലാംഡ 32 ഈസ് ഈക്വൽ ടു 9 4 36 മുകളിലോട്ട് പോയി. താഴെ 4 4 5 4 5 26 താഴെ വന്നു. ഇത് നമുക്ക് വേണേൽ സിംപ്ലിഫൈ ചെയ്യാം. 9 divided by 5r എന്ന് സിംപ്ലിഫൈ ചെയ്യാം. 9 divided by 5r അല്ലേ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താ 9 divided by 5r. അതും ഒരു പോസിബിലിറ്റി. ഓക്കെ, ഇനിയും നിങ്ങൾ നോക്കൂ, വേറെ പോസിബിലിറ്റി ഞാൻ എന്താ പറഞ്ഞത്? 3ൽ നിന്ന് 2ലേക്ക് ജമ്പ് ചെയ്യുന്ന 2ൽ നിന്ന് 1ലേക്ക് വരാന്നാ പറഞ്ഞത്.
അപ്പൊ ലാംഡ എവിടുന്ന് 2-ൽ നിന്ന് 1-ലേക്ക് 2-ൽ നിന്ന് 1-ലേക്ക് ഈസ് ഈക്വൽ ടു അതും 4r 1 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 1 ആണ് 1 സ്ക്വയർ 1 ഡിവൈഡ് ബൈ 2 സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇല്ലേ. വാട്ട് യു വിൽ ഗെറ്റ്, ഇത് 3 4 12 6 4 ഡിവൈഡഡ് ബൈ ലാംഡ 21 ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ എഴുതണം കുട്ടികളെ. 4 മുകളിലുണ്ടാവും, താഴെ 4 3 12 12 6 അങ്ങനെ നമുക്ക് 1 ഡിവൈഡ് ബൈ 3r എന്ന് കിട്ടി. ഈ 3 എണ്ണവും പോസിബിൾ ആണ് കേട്ടോ. ഇതിൽ ഏതാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്, ഒന്നിൽ കൂടുതൽ ഓപ്ഷനിൽ തന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇത് അഡ്വാൻസിന്റെ പ്രോബ്ലം ആയതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ ആവാം കേട്ടോ. അഡ്വാൻസിന്റെ പ്രോബ്ലത്തിൽ ചിലത് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ ഉള്ള പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ദർ ക്യാൻ ബി മോർ ദാൻ 1 ആൻസർ. വാട്ട് ഈസ് ദാറ്റ്? 9ഉം പിന്നെ 6ഉം. സോറി, എന്താണ്, എയും സിയും കറക്റ്റ്. എയും സിയും കറക്റ്റ്. യു ഹാവ് ടു അപ്രീഷിയേറ്റ് ദിസ് ടൈപ്പ് ഓഫ് പ്രോബ്ലം. കാരണം അഡ്വാൻസിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ റിയലി ബ്യൂട്ടിഫുൾ പ്രോബ്ലം ആയിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് കൺവേ ചെയ്യുന്ന പ്രോബ്ലം ആയിരിക്കും. ജസ്റ്റ് ഫീൽ എ ടേസ്റ്റ് ഓഫ് അഡ്വാൻസ്ഡ് പ്രോബ്ലം. ഫീൽ എ ടേസ്റ്റ്. നൗ അടുത്തതിലേക്ക് ഞാൻ പോവുകയാണ്. നോക്കൂ കുട്ടികളെ, അടുത്തത് നോക്കൂ. അടുത്തത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കൂ. A particle is moving in a circular path of radius a. Circular path of radius a. A ആണ് റേഡിയസ്. ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. റേഡിയസ് എ. പിന്നെന്താണ്? അണ്ടർ ദ ആക്ഷൻ ഓഫ് ആൻ അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ. ഇറ്റ്സ് ആൻ അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻവോൾവിംഗ് ഈസ് അട്രാക്റ്റീവ് എന്നാണ് അതിന്റെ അർത്ഥം. അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ദ കൺസർവേറ്റീവ് ഫോഴ്സ് ഓപ്പറേറ്റിംഗ് ദെയർ ഈസ് അട്രാക്റ്റീവ് എന്ന അർത്ഥം. എത്രയാണ് അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ? നോക്കൂ കുട്ടികളെ. What is the attractive potential? U is equal to minus k divided by 2r square. That's the attractive potential. Its total energy എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ടോട്ടൽ എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട് ഓൾറെഡി. ഇതിനോട് എന്താ ആഡ് ചെയ്യണം? കൈനറ്റിക് എനർജിയോട് ആഡ് ചെയ്താൽ പ്രശ്നം തീർന്നു. പൊട്ടൻഷ്യൽ എനർജി ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? മൈനസ് കെ ഡിവൈഡ് ബൈ 2r സ്ക്വയർ ആണ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ ഫോഴ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഫോഴ്സ് സെൻട്രിപിറ്റൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ആദ്യം ഫോഴ്സ് ഞാൻ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് അതിന്റെ മെത്തേഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കൂ. ഐ എം ഗോയിങ് ടു ഫൈൻഡ് ഫോഴ്സ് ഫസ്റ്റ്. എങ്ങനെയാ കൺസർവേറ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കുക? ഫോഴ്സ് ഇൻവോൾവിംഗ് ഹിയർ ബിക്കോസ് there is a potential involved, therefore the force involved is conservative. A conservative force is a negative gradient of potential എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മൈനസ് du ബൈ dr എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് മൈനസ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു മൈനസും യു ഇവിടെ ഞാൻ എഴുതാം കേട്ടോ. വാട്ട് ഈസ് യു? യു ഈസ് ഈക്വൽ ടു മൈനസ് കെ ഡിവൈഡഡ് ബൈ വാട്ട്? 2r സ്ക്വയർ. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നോക്കിയാൽ ഈ മൈനസും ഓൾറെഡി പ്ലസ് ആവും. പക്ഷേ ആർ സ്ക്വയർ ഡിനോമിനേറ്ററിലേ ഉള്ളത്. അപ്പം ആദ്യമേ ഞാൻ കോൺസ്റ്റന്റ് എഴുതിയാണ് കെ ഡിവൈഡ് ബൈ 2. പിന്നെ ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് 2 ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് അല്ലേ കുട്ടികളെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. -2 ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് അല്ലേ ഇതിന്റെ ഡെറിവേറ്റീവ്? നിങ്ങൾ മാത്സ് പഠിക്കുന്നതല്ലേ? therefore you will get മൈനസ് കെ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്ന് കിട്ടി. ഇതാണ് ഫോഴ്സ്. ഈ പാർട്ടിക്കിൾ എന്താ ചെയ്യുന്നതെന്നാ പറഞ്ഞേ? ഒരു സർക്കുലർ ഓർബിറ്റ് റിവോൾവ് ചെയ്യുക. അപ്പൊ ഈ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഈ ഫോഴ്സ് ആയിരിക്കും സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെൻട്രിപിറ്റൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. എന്താണ് സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ? mv² ബൈ ആർ ഈസ് ഈക്വൽ ടു മൈനസ് എഴുതണ്ട കേട്ടോ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതി. ഈ മൈനസ് കാണിക്കുന്ന എന്താ? ഇതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്ന്. എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫോഴ്സ് എഴുതുന്നത് എങ്ങനെ അറിയാം? എഫ് ഈസ് ഈക്വൽ ടു വെക്ടർ ഫോമിൽ എഴുതുകയാണെങ്കിൽ മൈനസ് കെ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് യൂണിറ്റ് വെക്ടർ ആർ. ഇങ്ങനെയാണ് ഫോഴ്സ് എഴുതേണ്ടത്. നോക്കൂ, ഇങ്ങനെയാണ് ഫോഴ്സ് എഴുതേണ്ടത്. റേഡിയലി ഇന്നാണ് ഈ ഫോഴ്സ് എന്നാണ് ഇത് കാണിക്കേണ്ടത്. അപ്പൊ ഈ മൈനസ് അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഇറ്റ് ടെൽസ് യു ഡയറക്ഷൻ, നോട്ട് അബൌട്ട് ദ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഇതാണ്. അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സിനെ മാഗ്നിറ്റ്യൂഡുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? കെ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടി കുട്ടികളെ? എം വി സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് കിട്ടി? എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടി. കെ ബൈ ആർ സ്ക്വയർ. എന്തിനാണ് എം വി സ്ക്വയർ കണ്ടുപിടിച്ചേ? എം വി സ്ക്വയർ ഈസ് എ ഫേവറേറ്റ് ക്വാണ്ടിറ്റി ടു ഫൈൻഡ് ഔട്ട് വാട്ട്? കൈനറ്റിക് എനർജി. കാരണം കൈനറ്റിക് എനർജി എന്താണ് നോക്കൂ. കൈനറ്റിക് എനർജി കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ കെ ബൈ ആർ സ്ക്വയർ ആണെന്ന് നിങ്ങൾക്കറിയാം. ഹാഫ് കെ ബൈ ആർ സ്ക്വയർ. അങ്ങനെ കൈനറ്റിക് കിട്ടി. പിന്നെ പൊട്ടൻഷ്യൽ ഓൾറെഡി ഇവിടെ ഉണ്ട്. ടോട്ടൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഡിവൈഡഡ് ബൈ
2r² എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ഇനിയും ഈ രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എനർജി കിട്ടും. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും കുട്ടികളെ? ഇത് രണ്ടും ഒരേ ക്വാണ്ടിറ്റിയാണ്, പക്ഷെ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. Therefore, the total energy of the particle is 0. See how beautiful diagram it was. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ തന്നാൽ ഇവിടെ നോക്കൂ കുട്ടികളെ, നിങ്ങൾക്ക് ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ തരും. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ കൺസർവേറ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? ദ ഫോഴ്സ് ഇൻവോൾവ് വിൽ ബി കൺസർവേറ്റീവ് വിച്ച് വിൽ ബി നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. അങ്ങനെ ഫോഴ്സ് കണ്ടുപിടിക്കുക. പിന്നെ ചിന്തിക്കുക, ഇറ്റ് ഈസ് ഡൂയിങ് സർക്കുലർ മോഷൻ. ദിസ് ഫോഴ്സ് ഈസ് സപ്ലൈയിങ് വാട്ട്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. Therefore, what have you to do? You just equate that force with the mv²/r. അപ്പൊ mv² നിങ്ങൾക്ക് കിട്ടും. mv² കിട്ടിയാൽ പിന്നെ കൈനറ്റിക് എനർജി നിങ്ങൾക്ക് കിട്ടും. പിന്നെ പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ടല്ലോ, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എനർജി കിട്ടും. ദാറ്റ്സ് ഓൾ. ഇനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. ലുക്ക് ഹിയർ. തേർഡ് ക്വസ്റ്റ്യൻ. ഹൈഡ്രജൻ, ഡ്യൂട്ടീരിയം, സിംഗിളി അയനൈസ്ഡ് ഹീലിയം, ഡബിളി അയനൈസ്ഡ് ലിഥിയം. ഹൈഡ്രജൻ, ഡ്യൂട്ടീരിയം, ഹീലിയം എല്ലാം ഉണ്ട്. ഓൾ ഹാവ് 1 ഇലക്ട്രോൺ അറൌണ്ട് ദ ന്യൂക്ലിയസ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് ആണ്, അല്ലെങ്കിൽ ഹൈഡ്രോജൻ സ്പീഷീസ് ആണ്. കൺസിഡർ ആൻ ഇലക്ട്രോൺ ട്രാൻസിഷൻ ഫ്രം 2 to 1, 2-ൽ നിന്ന് 1-ലേക്ക് എല്ലാ കേസിലും കേട്ടോ. ഇഫ് ദ വേവ് ലെങ്ത് ഓഫ് എമിറ്റഡ് ആർ λ1, λ2, λ3, λ4 റെസ്പെക്റ്റീവ്ലി, then approximately which of the following is correct? അപ്പോൾ എന്താണ് 1/λ ഇക്വേഷൻ? ഡു യു നോ? 1 divided by λ is equal to ഹൈഡ്രജൻ ലൈക്ക് അല്ലേ, അപ്പൊ Z² R 1 divided by n final square minus 1 divided by n initial square. This is our equation. എല്ലാ അറ്റത്തിലും ഈ ഭാഗം ഒരുപോലെയല്ലേ കുട്ടികളെ? അല്ലേ? എല്ലാ എല്ലാം എവിടെ നിന്ന് എങ്ങോട്ടാ ഇലക്ട്രോൺ ട്രാൻസിഷൻ നടന്നു? നോക്കൂ, 2-ൽ നിന്ന് 1-ലേക്കാണ്. അപ്പൊ ദാറ്റ് പാർട്ട് ഈസ് സെയിം ഇൻ ഓൾ ദ കേസസ്. ഈ പാർട്ട് സെയിം ആണ്. ആ പാർട്ട് മാത്രമല്ല, 6 സെയിം അല്ലേ എല്ലായിടത്തും. പിന്നെ എവിടെയാ വേരിയേഷൻ സംഭവിക്കുന്നത്? ഇസഡിന് മാത്രം. അപ്പൊ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? 1/z is directly proposed to z². Sorry, 1/λ is directly proposed to z² എന്ന് എഴുതാം. അല്ലെങ്കിൽ λ is directly proposed to 1/z² എന്ന് എഴുതാം. This is what we are going to use. λ is directly proposed to 1/z². ഇനി ലാംഡയുടെ റേഷ്യോ ഞാൻ എടുക്കാൻ പോവുകയാണ്. I am going to take the ratio of lambda. What is that? λ1 is to λ2 is to, നോക്കൂ, λ1 is to λ2 is to λ3 is to λ4. എന്തെടുക്കണം ഞാൻ? അറ്റോമിക് നമ്പറിന്റെ റെസിപ്രോക്കൽ എടുക്കണം. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 1. അതിന്റെ റെസിപ്രോക്കൽ 1/1 ഈസ് ടു. ഇനി ഡ്യൂട്ടീരിയത്തിന്റെ അറ്റോമിക് മാസ് നമ്പർ അല്ല കേട്ടോ, അറ്റോമിക് നമ്പർ. ഡ്യൂട്ടീരിയം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് തന്നെയാണ്. അപ്പൊ അതും 1 ആണ്. 1 divided by 1². സോറി, സ്ക്വയർ ഉണ്ടോ? യെസ്, സ്ക്വയർ ഈസ് ദേർ. ഇനിയും ഹീലിയത്തിന്റെ എത്രയാ? അടുത്ത ഏതാ? സിംഗിൾ അയനൈസ്ഡ് ഹീലിയം. നോക്കൂ, ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അതിന്റെ സ്ക്വയർ 1 divided by 2². ലിഥിയത്തിന്റെ 3 ആണ്. 1 divided by 3². അപ്പൊ എനിക്ക് എത്ര കിട്ടിയെന്ന് നോക്കൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 is to 1/4 is to 1/9 എന്ന് കിട്ടി. പക്ഷെ ഇതിൽ ഫ്രാക്ഷൻ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാം? 9 4 36 കൊണ്ട് ഇതിനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു, 36 കൊണ്ട്. അപ്പൊ എനിക്കിതിനെ 36 is to 9 is to 4 എന്ന് കിട്ടി. ശരിയല്ലേ? 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താ. ഇനി നോക്കിയേ, 36 into 36 എന്ത്? λ1 is to λ2, 36 into 36 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം λ1 എന്ന് പറയുന്നത് λ2 ഈക്വൽ ആണ്. പിന്നെ നോക്കൂ, λ2 is to λ3 എന്ന് പറഞ്ഞാൽ 36 is to 9 എന്ന അർത്ഥം. റേഷ്യോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് λ2 is equal to 4 λ3 എന്ന് കിട്ടില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 λ3. λ2 is equal to 4 λ3 എന്ന് പറഞ്ഞാൽ ഈ 9നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ 36 കിട്ടുക. അതുപോലെ 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 കിട്ടും? 9 കൊണ്ട്. ഈസ് ഈക്വൽ ടു 9 λ4 എന്നും കിട്ടും. That's the relation. λ1 equal to λ2 is equal to 4 λ3 is equal to 9 λ4. That's the relation. പെട്ടെന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ. ലൈവിൽ തുടരുക, ആരും ഇട്ടിട്ട് പോകരുത്. കറക്റ്റ് 1.5 മണിക്കൂർ വരെ ലൈവ് ഉണ്ടാകുകയുള്ളൂ. നല്ല പ്രോബ്ലംസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലം കുട്ടികളെ, നല്ല പ്രോബ്ലം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ചോദിക്കാൻ സാധ്യതയുള്ള കൺസെപ്ച്വൽ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. നോക്കൂ, ഇത് നിങ്ങൾക്ക് ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കൂ. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m moves in a circular orbit in a central potential
UR is equal to half KX square. പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ തരുമ്പോഴേ അതിൽ നിന്ന് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. KR square. ഈ ബോർസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ ഈസ് അപ്ലൈഡ്. ദാറ്റ് ഈസ് അനദർ അഡീഷണൽ ഇൻഫർമേഷൻ. നിങ്ങളോട് ബോർസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷനൂടെ അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ മൊമെന്റം ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. അതും അപ്ലൈ ചെയ്തോളാൻ പറയുന്നുണ്ട്. ആംഗുലാർ മൊമെന്റം ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഇതിനും ഓക്കെ അപ്ലൈ ചെയ്തോളാൻ പറയുന്നുണ്ട്. റേഡി പോസിബിൾ ഓർബിറ്റൽ ആൻഡ് എനർജി. ഓർബിറ്റ് എന്നുമായിട്ട് എന്താണ് ബന്ധം? എനർജി എന്നുമായിട്ട് എന്താണ് ബന്ധം? You read the question once again, children. Read the question. Unless you understand the question, you will not be able to do the answer. Therefore, read the question first. വായിച്ചോ. ഇതിൽ നിന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? What am I going to find from this? ഇതിൽ നിന്ന് ഞാൻ ആ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പോവാ. That force will be conservative. That is equal to minus du by dr. മൈനസ് ഉണ്ട്. അപ്പോ 2 പോകും. ബാക്കി എത്ര? KR എന്ന് വരും അല്ലേ? ശരിയല്ലേ? 2 പോയി KR മൈനസ് KR എന്ന്. ദാറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ. മൈനസ് KR സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് K ബൈ 1/2 K അവിടെ നിൽക്കട്ടെ 2R. അങ്ങനെ ആ 2 പോയി പിന്നെ KR. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? ഈ ഫോഴ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ? mv²/r ഈസ് ഈക്വൽ ടു KR എന്ന് എഴുതുക. KR മൈനസ് എഴുതണ്ട. മൈനസ് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ്. ദാറ്റ്സ് ഓൾ. ഇനിയും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ആറും എന്നും തമ്മിലുള്ള ഡിപ്പെൻഡൻസ് ആണ് വേണ്ടത്. അതുകൊണ്ട് ആറിന്റെ ഇക്വേഷൻ എഴുതുക. R ഈസ് ഈക്വൽ ടു റൂട്ട് m/k ഇൻറ്റു v എന്ന് വന്നു. ജസ്റ്റ് റീഅറേഞ്ചിങ് ആണ് കേട്ടോ. R ഈസ് ഈക്വൽ ടു റൂട്ട് m/k. ഇനി v എവിടെ നിന്ന് കിട്ടും? ഈ v കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. n ഇതുവരെയായിട്ടും വന്നിട്ടില്ല. n എവിടുന്നാ വരുന്നത്? ക്വാണ്ടൈസേഷൻ അപ്ലൈ ചെയ്യണം. സീ ഹിയർ ദിസ് വൺ. ബോർസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പറയുന്നു. ബോർസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ എന്താണ്? MVR ആംഗുലാർ മൊമെന്റം. ബോർസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ tells you this. MVR ഈസ് ഈക്വൽ ടു NH/2π. ഈ പാർട്ടിക്കിളിനും അപ്ലൈ ചെയ്തോളാൻ പറയുന്നുണ്ട്. നമ്മൾ ആരെയാണ് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്? എനിക്ക് ഈ V ആണ് മാറ്റേണ്ടത്. അപ്പൊ വിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം ഇല്ലേ? അപ്പൊ V ഈസ് ഈക്വൽ ടു എന്താണ്? NH/2π ഉണ്ട് MR എന്ന് കൊടുക്കുക വിക്ക്. എന്നിട്ട് ഈ സാധനം കൊണ്ടുപോയിട്ട് നോക്കൂ. ഈ സാധനം കൊണ്ടുപോയി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ വിയുടെ വാല്യൂ ഉണ്ടല്ലോ, ഈ വിയുടെ വാല്യൂ എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ വാട്ട് യു വിൽ ഗെറ്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു, ലുക്ക് ഹിയർ, വാട്ട് ക്യാൻ യു ഗെറ്റ്? ലെറ്റ് മീ കണ്ടിന്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് m/k. പിന്നെ വിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു? NH/2πmr എന്ന് കൊടുത്തു. ഈ ആറും ഈ ആറൂടെ ഒരു സൈഡിൽ കൊണ്ടുപോവാ. ഇവിടെ ഒരു 6 കാണുന്നില്ലേ? ലുക്ക് ഹിയർ. ഇവിടെ ഒരു 6 കാണുന്നില്ല. വെയിറ്റ്. സി, ഡോണ്ട് യു സി ആൻ R ഹിയർ? ഇവിടെ ഒരു 6 ഇല്ലേ? അതൊരു സൈഡിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് എഴുതാൻ പറ്റും? ആലോചിച്ച് നോക്കി. R² ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു n. ഇവിടെ ഒരു n ഉള്ളൂ. നോക്കൂ, ഇവിടെ ഒരു n. ഈ ആറോട് ഇങ്ങോട്ട് വരും. അപ്പൊ R² ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു n. ആറും എന്നും തമ്മിൽ എന്താ ബന്ധം? Therefore R is directly proposed to root n. റൂട്ട് n എന്ന് വന്നു. ഇനിയും അപ്പൊ പകുതി ആൻസർ, ബാക്കി ആൻസർ കൂടെ കണ്ടുപിടിക്കണം. ഇനി ടോട്ടൽ എനർജിയെ കുറിച്ച് പറയണം ഇല്ലേ? ടോട്ടൽ എനർജിയെ കുറിച്ച് ഞാൻ എഴുതാൻ പോവുകയാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു വാട്ട്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി തന്നെ നിങ്ങൾ എങ്ങനെ എഴുതും? ഹാഫ് mv². പൊട്ടൻഷ്യൽ എനർജി ഇവിടെ തന്നിട്ടുണ്ട്, ഹാഫ് KR². mv² എന്ത് എഴുതണം? നോക്കൂ, ഇവിടെ mv² പകരം എന്ത് എഴുതാം? കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു mv² ഇരിക്കുന്ന കാണുന്നുണ്ടല്ലോ, അതിന് KR² എന്ന് എഴുതാം. KR². mv² പകരം KR² എന്ന് എഴുതൂ. അപ്പോൾ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു, ഇത് ടോട്ടൽ എനർജിയാണ്. ഹിയർ ഈസ് ദ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു, നോക്കൂ, ഹാഫ് അതുപോലെ എഴുതി, mv² പകരം KR² എഴുതി, പിന്നെ ഹാഫ് KR² ഓൾറെഡി അവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 KR². ദാറ്റ് ഈസ് ദ എനർജി. ഇവിടെ നിങ്ങൾ നോക്കിയേ, എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു R² എന്നാ വന്നേ. ബട്ട് R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു റൂട്ട് n അല്ലേ? എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു R² എന്ന് പറയുന്നത് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസൽ ടു എന്തിനാ അതിന്റെ അർത്ഥം? റൂട്ട് n-ന്റെ സ്ക്വയർ, വിച്ച് ഈസ് n. എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു n. Energy is, once again I am telling, energy is directly proposed to R². But R is directly proposed to root n. Therefore, energy is directly proposed to root n square, which is n. Therefore, D is your answer. Look here. This type of questions are not uncommon. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഏരിയയാണ്.
2021 ചോദിച്ചായിരുന്നു. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ജെസിമോൻ സാർ ഈസ് ഹിയർ. വാവ് എന്ന് വെച്ചിട്ടുണ്ട്. വാട്ട് ഹാപ്പൻ സാർ, ആർ യു അറ്റ് ഹോം നൗ? ഹായ് സാർ, കണ്ടിന്യൂ ചെയ്യുകയാണ് ഞാൻ കേട്ടോ. ഇനിയും if the series limit of നോക്കൂട്ടില്ലേ, if the series limit of frequency of Lyman series is mu L, series limit എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും, വെയിറ്റ് ചെയ്യാം. then the series limit of fund series എന്താണ്? എന്താ ഈ സീരീസ് ലിമിറ്റ്? സീരീസ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഇൻഫനൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇൻഫനൈറ്റ് ആയിട്ടുള്ള ഓർബിറ്റിൽ നിന്ന് കറസ്പോണ്ടിങ് ഓർബിറ്റിലോട്ട്, ലൈമൺ ആണെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സീരീസ് ലിമിറ്റ് എന്ന് പറയുന്നത്. കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്നതാണ്, കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതിനെക്കുറിച്ച്. നോക്കൂ നിങ്ങൾ, എന്താണ് നമ്മുടെ ഫ്രീക്വൻസി ഇക്വേഷൻ? 1/λ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നല്ലേ ഞാൻ പറഞ്ഞ ഫ്രീക്വൻസിക്ക്. അപ്പോൾ ഫ്രീക്വൻസിയുടെ മാസ്റ്റർ ഇക്വേഷൻ ഇതാണ്, ആർ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആർ സി 1 ഡിവൈഡഡ് ബൈ n ഫൈനൽ സ്ക്വയർ മൈനസ് 1 divided by n initial square. This is what the frequencies equation. ഇനി ഞാനിത് അപ്ലൈ ചെയ്യാൻ പോവുക. ആർക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കിയാൽ ലൈമൺ സീരീസിന്. ന്യൂ എൽ ഈസ് ഈക്വൽ ടു ആർ സി 1 ഡിവൈഡഡ് ബൈ ലൈമൺ ആയതുകൊണ്ട് 1 മൈനസ് 1 ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി സ്ക്വയർ. സീരീസ് ലിമിറ്റ് കാണണമെങ്കിൽ ഇറ്റ് ഷുഡ് ജംപ് ഫ്രം ദ ലാസ്റ്റ് ഓർബിറ്റ്, മീൻസ് ഇൻഫിനൈറ്റ് ഡിസ്റ്റൻസ് അവേ ഫ്രം. വെരി ഗുഡ്, സൂപ്പർ, താങ്ക് യു സർ. നൗ ലൈക്ക് ദാറ്റ് യു ഗോട്ട് ആർ സി എന്ന് കിട്ടി, ആർ സി. ഇനി നമ്മൾ എന്താ ഫണ്ട് സീരീസിനെ കുറിച്ചാണ് പറയുന്നത്. ഫണ്ട് സീരീസ് എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെയാണ് കേട്ടോ. ഇലക്ട്രോൺ ജമ്പിങ് ഹാപ്പൻസ് ടു 5th one. Therefore സീരീസ് ലിമിറ്റ് ഓഫ് ഫണ്ട് സീരീസ് ഈസ് ഈക്വൽ ടു ആർ സി. അതുപോലെ തന്നെ അഞ്ചാമത്തേലോട്ടാണ് ജമ്പിങ്. അപ്പൊ 5 സ്ക്വയർ എവിടുന്ന്? ഇൻഫിനൈറ്റ് അകലെ നിന്ന്, ഇൻഫിനിറ്റിയിൽ നിന്ന്. അകലെയല്ല, ഇൻഫിനൈറ്റ്, n ഈസ് ഈക്വൽ ടു ഇൻഫിനൈറ്റ്. ഇതെങ്ങനെ കിട്ടി? ആർ സി ഡിവൈഡഡ് ബൈ 25 എന്ന് കിട്ടി. നമുക്ക് ന്യൂ പി ഡിവൈഡഡ് ബൈ ന്യൂ എൽ ചെയ്താൽ 1 ഡിവൈഡഡ് ബൈ 25 എന്നല്ലേ പറഞ്ഞേ? Second equation, this is equation number 2, this is equation number 1, and you divide second equation with the first equation. You will get 1 divided by 25. What I want is new L, that is equal to, sorry, new L alla, new P ആണ് വേണ്ടത്. Okay, fund സീരീസിന്റെ സീരീസ് ലിമിറ്റ് ആണ് എനിക്ക് വേണ്ടത്. That is Lyman സീരീസിന്റെ സീരീസ് ലിമിറ്റിനെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. Here is the answer, somewhere. Here is. നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ ഇത് പഠിക്കുന്നതാണ്. കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ യഥേഷ്ടം പഠിക്കുന്നതാണിത്. ഇറ്റ് ഇസ് നോട്ട് ഡിഫിക്കൽട്ട്. അടുത്തതിലേക്ക് വരൂ. അടുത്ത നോക്കൂ, ലിറ്റിൽ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ഉള്ള പ്രോബ്ലം ആണ്. നോക്കൂ, ഇൻ എ ഹൈഡ്രജൻ ആറ്റം ദ ഇലക്ട്രോൺ മേക്സ് എ ട്രാൻസിഷൻ ഫ്രം n+1 ലെവൽ ടു nth ലെവൽ. ഇപ്പൊ ഇലക്ട്രോൺ ഉള്ളത് n+1 ലെവലിലാണ്, അത് nth ലെവലിലേക്ക് വരുന്നു. നിങ്ങൾക്ക് എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻ? n ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നുണ്ട്. എന്താ നമുക്ക് വേണ്ടത്? ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു. ഫ്രീക്വൻസി ഇക്വേഷൻ എഴുതൂ. 1/λ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഫ്രീക്വൻസി ഇക്വേഷൻ ന്യൂ ഈസ് ഈക്വൽ ടു ആർ സി 1 ഡിവൈഡഡ് ബൈ വാട്ട്? എവിടെ എങ്ങോട്ടാ ജമ്പ് ചെയ്ത്? n+1 നിന്ന് എന്നിലേക്ക്. അപ്പൊ n സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ n+1 ഹോൾ സ്ക്വയർ. ഇല്ലേ? ഇങ്ങനെയല്ലേ എഴുതുക? ആലോചിച്ച് നോക്കൂ. ജമ്പിങ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, n+1 നിന്ന് എന്നിലേക്ക്, വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ഓൾവേസ് ജമ്പിങ് ഈസ് ഫ്രം ബിഗ് ടു സ്മോൾ. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ LCM എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, ന്യൂ ഈസ് ഈക്വൽ ടു ആർ ഉണ്ട്, സി ഉണ്ട്. LCM എന്താണ് കുട്ടികളെ? n സ്ക്വയർ ഇൻറ്റു n+1 ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ വരുമ്പോൾ അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം അല്ലേ? n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 മൈനസ് n സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്താണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് എക്സ്പാൻഡിങ്, ദാറ്റ്സ് ഓൾ. ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുള്ള എന്താ? n ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1. സിൻസ് n ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1, ഐ ആം ഗോയിങ് ടു ഡു വൺ തിങ്. ഏതാണ്? 2. ഇവിടെ n സ്ക്വയറും പോയതാ കേട്ടോ. n സ്ക്വയറും അവിടെ പോയി. ഞാൻ ഈ 2n+1 എന്നുള്ളത് 2n നിയർലി ഈക്വൽ ആയിരിക്കും. കാരണം n വളരെ വലുതാണ്. n ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നതുകൊണ്ട് 2n+1 പകരം 2n എന്ന് എഴുതുന്നു. അതുപോലെ n+1 പകരവും ഞാൻ എന്തെഴുതുന്നു? n എന്ന് എഴുതുന്നു. എന്ന് പറഞ്ഞാൽ മനസ്സിലായ കുട്ടികളെ, ഞാൻ എവിടെയൊക്കെയാ മാറ്റം വരുത്തുന്നത്? 2n+1 സ്ഥാനത്തും n+1 സ്ഥാനത്തും മാറ്റം വരുത്തുന്നു.
2n plus 1 പകരം 2n എന്ന് എഴുതൂ, അതുപോലെ n plus 1 പകരം n എന്ന് എഴുതൂ. അങ്ങനെയാവുമ്പോൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു വാട്ട് വിൽ ഐ ഗെറ്റ്? RC. ഇവിടെ 2n എന്ന് എഴുതാം, ഇവിടെ എന്ത് എഴുതാം? n² plus n², n⁴ എന്ന് എഴുതാം ഇല്ലേ? അങ്ങനെ എനിക്ക് എത്ര കിട്ടി കുട്ടികളെ? 2RC ഡിവൈഡഡ് ബൈ n³ എന്നാ കിട്ടിയേ. അപ്പോൾ ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു n³ എന്ന് വരും. ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു n³. ഈസ് ഇറ്റ് ദേർ? സീ ഹിയർ ഇറ്റ് ഈസ്. എല്ലാവരും ലൈവിൽ തുടരുക, തുടർന്നില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്കാണെന്ന് ഞാൻ പറഞ്ഞു. ഐ ആം റിപ്പീറ്റിംഗ് ഇറ്റ് അഗെയിൻ. നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു മീ, നോർ ഈസ് ഇറ്റ് ഗോയിങ് ടു ഹാപ്പൻ എനിത്തിങ് ടു സൈലം. നിങ്ങൾ തന്നെ ലൂസ് ചെയ്യുള്ളൂ. ലൈവിൽ തന്നെ തുടരുക. നോക്കൂ, ഇനി നമ്മൾ കുറച്ച് 2021 പ്രോബ്ലം ചെയ്യുകയാണ്. 2021 ചോദിച്ച പ്രോബ്ലം നോക്കൂ. നിങ്ങൾ ഇവിടെ നോക്കൂ. എ ഫ്രീ ഇലക്ട്രോൺ ഓഫ് 2.6 ഇലക്ട്രോൺ വോൾട്ട് എനർജി കൊളൈഡ്സ് വിത്ത് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ അയോൺ ആണ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, ഹൈഡ്രജൻ ആറ്റം ആയിട്ടില്ല, അയോൺ. ദിസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഈ ഇലക്ട്രോൺ വന്ന് ഇടിക്കുമ്പോൾ ആ ഫോട്ടോൺ, ഒരു പ്രോട്ടോൺ ഉണ്ടായിരുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറുന്നു. ഓക്കെ, ഇൻ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. എവിടെയാ ഇലക്ട്രോൺ ഉള്ളത്? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർബിറ്റിലാണ്. ആൻഡ് ഫോട്ടോൺ ഈസ് റിലീസ്ഡ്. ഒരു ഫോട്ടോണിനെ അത് റിലീസ് ചെയ്യുന്നു. ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് എമിറ്റഡ് ഫോട്ടോൺ. കുട്ടികളെ, എനർജി കൺസർവേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണിന്റെ എനർജി എത്രയാണ് നോക്കി. 2.6 എനർജിയും കൊണ്ടാണ് വരുന്നത്. 2.6 എനർജി ഉള്ളൂ നമ്മുടെ കയ്യിൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് കഴിഞ്ഞിട്ട് എന്താ, ഇത് ഹൈഡ്രജൻ ആറ്റോമായിട്ട് ഇടിക്കുമ്പോൾ ഒരു ഹൈഡ്രജൻ അയോണുമായിട്ട് ഇടിക്കുമ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റമായി മാറുകയാണ്. ഇലക്ട്രോൺ സെക്കൻഡ് ഓർബിറ്റ് ആണ്. സെക്കൻഡ് ഓർബിറ്റ്. അപ്പൊ സെക്കൻഡ് ഓർബിറ്റിലെ ആണ് ഇലക്ട്രോൺ ഉള്ളെങ്കിൽ അതിന്റെ എനർജി എത്രയാണ്? -13.6 അല്ല, അത് ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ n². n² എന്ന് പറഞ്ഞാൽ 2² 4 പ്ലസ് പിന്നെ എന്ത് ചെയ്തു? അതൊരു ഫോട്ടോണിനെ എമിറ്റ് ചെയ്തു. ഫോട്ടോണിന്റെ എനർജി hν. ഇത് എനർജി ബാലൻസ് ചെയ്തേ ഉള്ളൂ ഞാൻ. എന്റെ ഇത്രോ എനർജി ഉള്ളത്. ഐ ഹാവ് ഓൺലി ദിസ് മച്ച് എനർജി വിത്ത് മീ. ഓക്കെ, വൺ ആറ്റം ഈസ് ഫോംഡ് ഹൂസ് എനർജി ഈസ് ദിസ്, വൺ ഫോട്ടോൺ ഈസ് എമിറ്റഡ് ഹൂസ് എനർജി ഈസ് ദിസ്. ഓക്കെ, ഇനി നമുക്ക് hν കണ്ടുപിടിക്കാം. ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. ഇത് എത്ര കിട്ടും നമുക്ക്? 3.4 എന്ന് വരും. ഈ 3.4ഉം 2.6 കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും അല്ലേ? അപ്പൊ hν എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? hν ഈസ് ഈക്വൽ ടു, ലുക്ക് ഹിയർ, സംതിങ് ഈസ് hν ഈസ് ഈക്വൽ ടു നമുക്ക് 6 ഇലക്ട്രോൺ വോൾട്ട് എന്നാ കിട്ടിയേ. അതിനെ ഞാൻ ജൂളിലേക്ക് മാറ്റിയാണ്. 6 × 1.6 × 10⁻⁻19 ജൂൾ എന്ന് എഴുതി. ജൂൾ. ഇനി എന്ത് ചെയ്യണം? എനിക്ക് വേണ്ട ഫ്രീക്വൻസിയാണ്. h കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. ഐ വാണ്ട് ഫ്രീക്വൻസി. then you divide these things with h. Frequency is equal to 6 into 1.6 into 10⁻⁻19 divided by hന്റെ വാല്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെ തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. 6.6 into 10⁻34. ഓക്കെ, ഇത് 11. അത് ചെയ്യുമ്പോൾ നമുക്ക് വാട്ട് യു വിൽ ഗെറ്റ് സം 10⁻⁹. ഇത് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് 15 കിട്ടും അല്ലേ? അപ്പോ നമുക്ക് കിട്ടാൻ പോകുന്നത് 1.6 ഡിവൈഡഡ് ബൈ 1.1 ഇൻറ്റു 10⁻15 എന്നാണ് കിട്ടാൻ പോകുന്നത്. ഏത്? ഹെഡ്സ്. നോക്കിയാൽ ഞാൻ എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, 15 ആണെന്ന്. 10⁻15. ഇതിനെ 6 1.1. ഇതെന്താണ്? 1നെ കഴിഞ്ഞും വലിയൊരു വാല്യൂ. 2 വരില്ല. 1നെ കഴിഞ്ഞും വലിയൊരു വാല്യൂ ആണ്. പക്ഷെ ഇവിടെ മെഗാ ഹെഡ്സിലാണ് തന്നിട്ടുള്ളത്. therefore it is 1.something. I don't know what that something is. into 10⁻9 മെഗാഹെഡ്സ് എന്ന് വരും. മെഗാഹെഡ്സ്. ഈ 1.something into 10⁻9 വരുന്ന ഏതോ ഒരു ആൻസർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. 10⁻9 വരണം. ഇതാ 10⁻9 വരുന്നത്. ഇത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് 1.45 എന്ന് വരും. എക്സാക്ട് ചെയ്യുകയാണ്. കുറെ അപ്രോക്സിമേഷൻ ചെയ്താൽ മതി കുട്ടികളെ. 10ന്റെ പവേഴ്സ് എല്ലാം വൈഡ് റേഞ്ച് ഓഫ് പവേഴ്സ് അല്ലേ തന്നിട്ടുള്ളത്. therefore you can easily, without doing calculation, you can tick the answer seeing the powers of 10. ഇനി അടുത്തതിലേക്ക് പോവുകയാണ് കേട്ടോ. ഗോയിങ് ഫോർ നെക്സ്റ്റ് വൺ. നോക്കൂ, x different wavelength may be observed in the spectrum from hydrogen sample if the atom are excited to state with the principal quantum number 6. 6ലാണ് ഉള്ളത് വാല്യൂ ഓഫ് x. 6ൽ നിന്ന് 5ൽ വരാം, 5ൽ നിന്ന് 4ൽ വരാം, 6ൽ നിന്ന് 4ലേക്ക് ഡയറക്റ്റ് വരാം എന്ന് പറഞ്ഞാൽ 6ലുള്ളത് എങ്ങോട്ട് വേണേലും വരാം നമുക്ക്. അപ്പൊ എത്ര സ്പെക്ട്രൽ ലൈൻ ഉണ്ടാവും കുട്ടികളെ? എത്ര സ്പെക്ട്രൽ ലൈൻ ഉണ്ടാവും? 6 ഉള്ളത്. ചൂസ് 2 from 6. ഹൗ മെനി വേസ് വിൽ യു ചൂസ് 2?
കാരണം ഒരു ജമ്പിങ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഒരു ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലേക്കാണ് ജമ്പിങ് നടക്കുന്നത്. ഓരോ ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലേക്ക്. അപ്പൊ 2 ആണ് സെലക്ട് ചെയ്യപ്പെടുന്നത്. 6 ഉണ്ട്, മൊത്തത്തിൽ 6 ഉണ്ട്. അതിൽ നിന്ന് 2 എങ്ങനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യുന്നു ചോദിക്കുന്ന ഒരു മാത്തമെറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതെന്താണ് അതിന്റെ ആൻസർ? എന്നിൽ നിന്ന് n ഉണ്ടെന്ന് വിചാരിക്കുക. ആ 6 ആണ് ഇത്. NC2, ദാറ്റ്സ് ആൻസർ. NC2. ഈ NC2നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ കുട്ടികളെ, n ഇൻറ്റു വാട്ട്, n-1 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതി കൂടെ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ മാത്തമെറ്റിക്കൽ ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യട്ടെ. NC2വിനെ നിങ്ങൾക്ക് n ഇൻറ്റു n-1 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതുന്നതിൽ തെറ്റില്ല. ഇത് രണ്ടും ഒരേ സാരമല്ലേ? ഇവിടെ n എത്രയാണ്? n 6 എന്നാണ് വന്നിട്ടുള്ളത്. 6th വണ്ണിലാണ് ഉള്ളത്. അപ്പൊ n നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻ ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 4 15. 15 എമിറ്റ് ചെയ്യപ്പെടും. 15 15. ഈസ് ഇറ്റ് ഓക്കെ? 15. വെരി ഗുഡ്. ഇത് കെമിസ്ട്രിയിൽ നിങ്ങൾ ചെയ്യുന്ന അതിന്റെ മാത്തമെറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് കേട്ടോ. ഇതാണ് കറക്റ്റ് ഇക്വേഷൻ. ഇതിന്റെ ഫോം ആണ് ഇങ്ങനെ. ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ പർട്ടിക്കുലർ ഹൈഡ്രജൻ ലൈക്ക് അയോൺ എമിറ്റ്സ് റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി. നോക്കൂ, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ν1 തന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. വെൻ ഇറ്റ് മേക്ക് ട്രാൻസിഷൻ ഫ്രം വേർ 3 to 1, 3ൽ നിന്ന് 1ലേക്ക് ട്രാൻസ്മിഷൻ സംഭവിക്കുമ്പോൾ ഇതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നുണ്ട്. ഇനിയും ദ ഫ്രീക്വൻസി ഇൻ ഹെർട്സ് ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ട്രാൻസ്മിഷൻ ഫ്രം 2 to 1. അടുത്ത ട്രാൻസ്മിഷൻ എവിടുന്ന? 2ൽ നിന്ന് 1ലേക്ക്. അപ്പോഴത്തെ ഫ്രീക്വൻസി എത്രയാണെന്നാ ചോദ്യം. അപ്പോൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഴുതണം. 1/λ ഇക്വേഷനെ c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആയി. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ് കുട്ടികളെ? RC c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഹൈഡ്രജൻ ലൈക്ക് എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു Z² വരുന്നോട്ടെ, കുഴപ്പമില്ല. Z² RC 1 ഡിവൈഡഡ് ബൈ n ഫൈനൽ സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ ni², n ഇനീഷ്യൽ സ്ക്വയർ. ഇതാണ് നമ്മുടെ മാസ്റ്റർ ഇക്വേഷൻ. അത് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ν1, ഇത് ν1 ആണ് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളാം. ν1 ഈസ് ഈക്വൽ ടു Z² RC. അത് എവിടുന്ന് എങ്ങോട്ടാ ജമ്പിങ്? 1ൽ നിന്ന് 3ൽ നിന്ന്. അപ്പോൾ 1 ഡിവൈഡ് ബൈ 9. ഇത് കണ്ടോ, 1 മൈനസ് 1/9. കാരണം 1/1² മൈനസ് 1/3². ജമ്പിങ് നോക്കൂ, 3ൽ നിന്ന് 1ലേക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. എന്ന് പറഞ്ഞാൽ അത് എത്ര കിട്ടി കുട്ടികളെ? ഇത് നമുക്ക് 8/9 Z² RC എന്ന് കിട്ടി. അത് അവിടെ ഇരിക്കട്ടെ, അതിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ലെറ്റ് ഇറ്റ് ബി ദേർ. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഇക്വേഷൻ കൂടെ എഴുതണം. അടുത്ത ജമ്പിങ് എവിടുന്ന? 2ൽ നിന്ന് 1ലേക്ക്. അടുത്ത ഇക്വേഷന്റെ ഫ്രീക്വൻസി ν2 എന്ന് എടുത്തു. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ν1 നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇത് കണ്ടോ, ν1 ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ν1 എനിക്ക് അറിയില്ലാത്തതില്ല, ഫൈനലി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ν2 തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കണം. അതെന്താണ്? Z² RC എവിടുന്ന് എങ്ങോട്ടാ ജമ്പിങ്? 2ൽ നിന്ന് 1ലേക്ക്. അപ്പൊ 1 മൈനസ് 1/4. അത് എത്ര കിട്ടി കുട്ടികളെ? 3/4 Z² RC എന്ന് കിട്ടി. അപ്പൊ ν2 മൈനസ് ν1 ഡിവൈഡ് ചെയ്യൂ. ν2 മൈനസ് സെക്കൻഡ് 1നെ ഫസ്റ്റ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? സെക്കൻഡ് 1നെ ഫസ്റ്റ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 9/8. വാട്ട് ഈസ് ദാറ്റ്? 27. 8 4 32. 27/32. ν2 അല്ലേ വേണ്ടത്? ν2 വേണമെങ്കിൽ ν1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 27 ഡിവൈഡ് ബൈ 32 മൾട്ടിപ്ലൈഡ് ബൈ 2.92 ഇൻറ്റു 10⁻15. ഇതും അപ്രോക്സിമേറ്റ് ചെയ്യാൻ കുട്ടികളെ. ഇതിനെ നിങ്ങൾ ഒരു 3 എന്ന് കരുതുക. ഇതിനെ എന്തെന്ന് കരുതുക? 3 എന്ന് കരുതുക. 32നെ 30 എന്ന് കരുതുക. അങ്ങനെ ആലോചിക്കുക. അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇതിനെ 3 എന്ന് കരുതുക, ഇതിനെ 30 എന്ന് കരുതുക. അപ്പൊ ഇത് എത്രയായി? 10 ഇല്ലേ? അപ്പൊ ഇത് നിയർലി അബൌട്ട് എത്രയായിരിക്കും? ഞാൻ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നില്ല. 2.7 ഇൻറ്റു 10⁻15 എന്ന് വരും ഹെഡ്സ്. ഇതല്ല ആൻസർ, പക്ഷെ ഇതുമായിട്ട് അടുത്തൊരു ആൻസർ ആണ് വരാൻ പോകുന്നത്. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കി. ഇതാ, ഇത് ഹിയർ ഇസ് ആൻസർ D. വേറെ ഒന്നും കറക്റ്റ് ആവില്ല. നോക്കിയേ, 2.something വരണം. 2.something ഇൻറ്റു 10⁻15 വരണം ഇല്ലേ? അങ്ങനെ ഒരു ആൻസർ തരുന്നത് ഏതാണ്? D മാത്രമേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും കാൽക്കുലേഷൻ ചെയ്ത് ക്ഷീണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു അപ്രോക്സിമേറ്റ് ആൻസറിൽ എത്തുക, എന്നിട്ട് ഓപ്ഷനുമായിട്ട് കമ്പയർ ചെയ്യുക. ദാറ്റ്സ് വാട്ട് യു ഹാവ് ടു ഡു. അപ്രോക്സിമേറ്റ് ആൻസറിൽ എത്തുക. ഇനി അടുത്തതിലേക്ക് പോവാ. നോക്കൂ, ഇനി അടുത്തതിലേക്ക് നോക്കൂ. 10th ക്വസ്റ്റ്യൻ. In Bohr's atomic model,
Electron is assumed to revolve in a circular orbit of radius 0.5 Armstrong. Radius തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്, റേഡിയസ് കൊണ്ട് സ്പീഡും ഉണ്ട്. Then the current associated with the electron. കുട്ടികളെ കറണ്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? കറണ്ട് വേണമെങ്കിൽ കറണ്ട് ഈസ് ഈക്വൽ ടു Q/T എന്നാണ്, പക്ഷെ E/T എന്ന് എഴുതണം. ഈ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി. അതുകൊണ്ട് ഇതിനെ E ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണെന്നറിയാമോ? ഒരു ഓർബിറ്റിന്റെ റേഡിയസ് 2πr ഡിവൈഡ് ബൈ വെലോസിറ്റി എന്നുള്ളത് മുകളിലോട്ട് എഴുതി. ഇതാണ് ഇക്വേഷൻ ഫോർ കറണ്ട്. EV ഡിവൈഡഡ് ബൈ 2πr. EV ഡിവൈഡഡ് ബൈ 2πr. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കറണ്ടായി. ഈ എത്ര നോക്കൂ, ഈ എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻19. വെലോസിറ്റി ഇവിടെ തന്നിട്ടുണ്ട് 2.2 ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ 2πയുടെ വാല്യൂ 22 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു R. ആറിന്റെ വാല്യൂ എത്രയാ? 0.5 ആംസ്ട്രോം എന്നാണ് വന്നിട്ടുള്ളത്. therefore 0.5 ഇൻറ്റു 10⁻⁻10. ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ഇത് വലിയ ഡിഫിക്കൽട്ട് കാൽക്കുലേഷൻ ഒന്നുമല്ല. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 112 ഇൻറ്റു 10⁻⁻2 മില്ലി ആംപിയർ എന്ന് കിട്ടും. ഞാനത് കാൽക്കുലേഷൻ സമയം കളയുന്നില്ല, നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവട്ടെ. കാൽക്കുലേഷൻ നിങ്ങൾക്ക് തന്നെയാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇനി അടുത്ത 11th ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ഇത് പെട്ടെന്ന് ചെയ്യൂ നിങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ കുട്ടിയുടെ ക്ലാസ്? ഞാൻ ചോദിക്കുന്നില്ല, ബിക്കോസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ എന്നോട് പറയണം കേട്ടോ. സ്പീഡ് വല്ലതും കൂടി പോകണ്ടേ പറയണം. ഐ ക്യാൻ റെഡ്യൂസ് മൈ സ്പീഡ്. കൂടുതൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതിലല്ല കാര്യം, ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാവണം. ദാറ്റ് ഓൾസോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. നോക്കൂ, ഇനി അടുത്തത് നോക്കൂ കുട്ടികളെ. ഇമാജിൻ ദാറ്റ് ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം ഈസ് റീപ്ലേസ്ഡ് ബൈ മ്യൂൺ. ഇലക്ട്രോൺ റീപ്ലേസ് ചെയ്തു, ഇലക്ട്രോണിനെ എടുത്ത് മാറ്റി. നോക്കി, ഇലക്ട്രോൺ ഈസ് റീപ്ലേസ്ഡ് ബൈ മ്യൂൺ. മാസ് ഓഫ് മ്യൂൺ പാർട്ടിക്കിൾ ഈസ് 207 ടൈംസ് ദാറ്റ് ഓഫ് ഇലക്ട്രോൺ. 207 ടൈംസ് ദാറ്റ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് ചാർജ് ഈസ് ഈക്വൽ ടു ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ. ചാർജിന് മാറ്റമില്ല, മാസിന് മാത്രം മാറ്റം. അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദിസ് ഹൈഡ്രജൻ ആറ്റം എത്ര? ഇത് എവിടെ നിന്ന് ചോദിച്ച ക്വസ്റ്റൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത് നിങ്ങളുടെ NCERTയിലെ എക്സാംപ്ലർ പ്രോബ്ലം ആണ് കുട്ടിയുടെ. NCERTക്ക് ഒരു സബ്സിഡിയറി ബുക്ക് ഉണ്ട്, എക്സാംപ്ലർ എന്ന് പറയുന്നത്. നിങ്ങളോട് ഇക്ബാൽ സാർ ഒക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും എക്സാംപ്ലർ പ്രോബ്ലം. അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ ഒരു ഇലക്ട്രോണിന്റെ എനർജിയുടെ ഇക്വേഷൻ അറിയാമോ കുട്ടികളെ? എനർജി ഓഫ് ആൻ ഇലക്ട്രോണിന്റെ ഇക്വേഷൻ ഇതാണ്: -m(e⁴ ഡിവൈഡഡ് ബൈ 8n²ε0² ഞാൻ മറന്നു പോവായിട്ട് ഞാനിതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സി, ഇതാണ് ഇലക്ട്രോണിന്റെ എനർജി. ഇലക്ട്രോൺ പ്രോസസ് ചെയ്യുന്ന എനർജി ഇതാണ്. നമുക്ക് ഫസ്റ്റ് n1 കൊടുക്കാം. നമുക്ക് n1 കൊടുക്കുകയാണെങ്കിൽ n നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കാം. ഓക്കെ, ഇനിയും അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോണിനെ പുറത്തു കൊണ്ടുപോകാൻ വേണ്ട എനർജി എന്ന് പറഞ്ഞാൽ ഇത്രയും പോസിറ്റീവ് എനർജി വേണം. ഇതിന്റെ സൈൻ അങ്ങ് മാറ്റിയാൽ മതി. അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു +m(e⁴ ഡിവൈഡ് ബൈ 8epsilon²h². ദിസ് ഈസ് ഫസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ. ഇനി നോക്കിക്കേ, ദിസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു മാസ്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. സി, നിങ്ങൾ എന്താ ചെയ്തേ? ഇലക്ട്രോണിന് പകരം മ്യൂൺ വെച്ചു. ഇലക്ട്രോണും മ്യൂണും തമ്മിൽ എന്തിനാ വ്യത്യാസം എന്നാ പറഞ്ഞാൽ മാസിൽ മാത്രമേ ഉള്ളൂ, ചാർജിൽ വ്യത്യാസമില്ല. അപ്പൊ e⁴ മാറ്റമില്ല, 8ൽ മാറ്റമില്ല, ε0² മാറ്റമില്ല, h² മാറ്റമില്ല. അപ്പൊ മാസിൽ മാത്രമല്ലേ മാറ്റമുള്ളൂ. മാസിൽ മാറ്റം വരുന്നതുകൊണ്ട് അയണൈസേഷൻ പൊട്ടൻഷ്യലിൽ മാറ്റം വരും. നോക്കിയേ, ഇതിൽ നിന്ന് നോക്കി നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു മാസ് ബിക്കോസ് എവറിത്തിങ് എൽസ് ഈസ് സെയിം. എന്ന് പറഞ്ഞാൽ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഇൻ കേസ് ഓഫ് മ്യൂൺ ഡിവൈഡഡ് ബൈ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഇൻ കേസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് മ്യൂൺ. എന്താ മാസ് ഓഫ് മ്യൂൺ? 207 ടൈംസ് മാസ് ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ. ഇനി അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഇലക്ട്രോണിന്റെ എത്ര അയണൈസേഷൻ പൊട്ടൻഷ്യൽ നിങ്ങൾക്കറിയാം? 13.6 അല്ലേ? അപ്പൊ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് മ്യൂൺ ഈസ് ഈക്വൽ ടു 207 ഇൻറ്റു 13.6 ഇലക്ട്രോൺ വോൾട്ട്. കാരണം ഹൈഡ്രജന്റെ അയണൈസേഷൻ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് അറിയാം, 13.6 ആണെന്ന് അറിയാം. അപ്പൊ ഇത് ഏകദേശം എത്ര കിട്ടും കുട്ടികളെ? 2000 മേലെ പോകും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നിങ്ങളുടെ ആൻസർ 2000 മേലെയുള്ള ഒരു ആൻസർ ആയിരിക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഈ 13 എന്നുള്ള ഒരു 10 ആണെങ്കിൽ തന്നെ ഇത് 2000 എത്തിയില്ലേ, 2000ന്റെ മേലെ പോയില്ലേ. അപ്പൊ 2000ന്റെ മേലെയുള്ള ആൻസർ ഏതാ നോക്കിയാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ദിസ്. Therefore that is equal to, മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യണ്ട, ഉടനെ ഓപ്ഷനിലേക്ക് നോക്കുക. എന്താണ് 2815.2 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അതിൽ മൾട്ടിപ്ലിക്കേഷനോട്ടൊന്നും പോയി സമയം കളയണ്ട. അടുത്ത ക്വസ്റ്റ്യൻ ചെല്ലാൻ. അപ്പൊ ഈ ഇക്വേഷൻ അറിയില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എനിക്കും ഈ ഇക്വേഷൻ ഓർമ്മയില്ലായിരുന്നു, ഞാൻ ഇക്വേഷൻസ് ഒന്നും ബൈഹാർട്ട് ചെയ്യാറില്ല. പിന്നെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കി ഇക്വേഷൻ ഞാൻ കണ്ടുപിടിക്കുക. അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല, ഇക്വേഷൻ അറിയില്ല ഇത് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെക്കുക, അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഡയറക്ട്ലി പ്രൊപ്പോസ് ടു മാസ്, മാസുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് ഒന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഇനഫ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെയ്ത ഏകദേശം അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിക്കിൾ ഓഫ് മാസ് മൂവ്സ് ഇൻ സർക്കുലർ ഓർബിറ്റ് ഓഫ് സെൻട്രൽ പൊട്ടൻഷ്യൽ. നോക്കൂ, അതിന്റെ സെൻട്രൽ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ തന്നാൽ ഫോഴ്സ് കണ്ടുപിടിക്കാം, അതാണ് ഫസ്റ്റ് ചിന്തിക്കുന്നത്. പൊട്ടൻഷ്യൽ തന്നാൽ ഫോഴ്സ് കണ്ടുപിടിക്കാം, ആ ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ബോർസ് ക്വാണ്ടൈസേഷൻ ഇവിടെ എന്താ പറഞ്ഞേ? യു ഗോ എഹെഡ് വിത്ത് ബോർസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നുണ്ട്. യു അപ്ലൈ ബോർസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ ഓൾസോ. വാട്ട് ഷുഡ് യു ഫൈൻഡ്? റേഡിയോ പോസിബിൾ ഓർബിറ്റ്, റേഡിയസിന്റെ പോസിബിൾ ഓർബിറ്റ് എന്നും തമ്മിലുള്ള ബന്ധം, ആറും എന്നും തമ്മിലുള്ള ബന്ധം, എനർജി ചോദിച്ചിട്ടില്ല. അപ്പൊ എന്താ ആദ്യമേ ചെയ്യേണ്ടത്? ഇങ്ങനത്തെ പ്രോബ്ലം എല്ലാം ഒരേ അപ്രോച്ച് ആണ് കുട്ടിയുടെ. ഇതാ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് du ബൈ dr ആണ് എന്ന് പറഞ്ഞാൽ മൈനസ് 4u0 r⁻³ എന്ന് വന്നു. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കിട്ടിയല്ലോ, ഇത്രയും കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫോഴ്സിനെ സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/r ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. മൈനസ് മൈൻഡ് ചെയ്യേണ്ട, ബിക്കോസ് ഇറ്റ് ടെൽസ് യു ദാറ്റ് ഇറ്റ്സ് അട്രാക്റ്റീവ്. 4u0 r⁻³ അങ്ങനെ നമുക്ക് r⁴ ഈസ് ഈക്വൽ ടു, ലെറ്റ് മീ റൈറ്റ്, എന്താ നമുക്ക് വേണ്ടത്? r ആണ് വേണ്ടത് അല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. r⁴ ഈസ് ഈക്വൽ ടു, വാട്ട് ഈസ് ദാറ്റ്? r⁴ ഈസ് ഈക്വൽ ടു mv² ഡിവൈഡഡ് ബൈ 4u0 എന്ന് വന്നു. mv² ഡിവൈഡഡ് ബൈ 4u0 ഡസൻ മാറ്റർ. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ n ഇതുവരെയായിട്ടും നമ്മുടെ പിക്ചറിലേക്ക് വന്നിട്ടില്ല. n വരുന്നത് എപ്പോഴാണ്? ബോർസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ്. നമ്മളോട് ബോർസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ mvr ഈസ് ഈക്വൽ ടു nh/2π ആണ് കുട്ടിയുടെ. 2π. നമ്മൾ ആരെയാണ് എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? നമ്മൾ ആരാണ് കണ്ടെത്തേണ്ടത്? നോക്കൂ, ആരെ എലിമിനേറ്റ് ചെയ്യണമെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 6 നമുക്ക് വേണം. അപ്പൊ v നെ എലിമിനേറ്റ് ചെയ്യുക, v² എലിമിനേറ്റ് ചെയ്യുക. vക്ക് പകരം എന്ത് എഴുതാം? nh ഡിവൈഡഡ് ബൈ 2π mr എന്ന് എഴുതാം. mr 2π mr അത് ഞാൻ എഴുതാൻ പോവാ. ഇവിടെ r⁴ ഉണ്ട്. സി r⁴ ഈസ് സിറ്റിംഗ് ഹിയർ. r⁴ m ഡിവൈഡഡ് ബൈ 4u0 ഞാൻ അതുപോലെ എഴുതി. ഇനി ഇതിന്റെ സ്ക്വയർ, v² ആണ് എഴുതേണ്ടത്. എൻ്റെ ഉള്ള v ആണ്. സി ദിസ് ഈസ് v. ഐ ഹാവ് ടു സ്ക്വയർ ഇറ്റ്. വാട്ട് ഈസ് ദാറ്റ്? n² h² ഡിവൈഡഡ് ബൈ 4π² m² r². ഇനി ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് നിങ്ങളോട് പറയുന്നത്? ഈ r² ഇങ്ങോട്ട് എടുക്കൂ. സി ഇവിടെ ഉണ്ട്, ഇവിടെ r⁴ ഉണ്ട്, ഇവിടെ r² ഉണ്ട്, ഇവിടെ n² ഉണ്ട്. മനസ്സിലായോ? ഇതിന്റെ അർത്ഥം r⁻6 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു n² എന്നല്ലേ? നോക്കൂ, r⁻6 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു n² എന്നല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? r⁻3 ഡയറക്ട്ലി പ്രൊപ്പോസ് ടു n എന്നല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? r ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു n⁻⁻⁻³ എന്നല്ലേ? അപ്പൊ ഈ ആൽഫ എന്ന് പറയുന്നത് 3 ആണ്. ആൽഫ എന്ന് പറയുന്നത് 3 ആണ്. നോക്കൂ, ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? പല തവണകൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 1-2 പ്രോബ്ലം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തു വെക്കണം. പൊട്ടൻഷ്യൽ കാണുമ്പോഴേ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഫോഴ്സ് കണ്ടുപിടിക്കുക. ആ ഫോഴ്സിനെ സെൻട്രിപിറ്റൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു ഫസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് mv² കിട്ടും. ഇനി ക്വാണ്ടൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ mvr ഈസ് ഈക്വൽ ടു nh/2π ചെയ്തിട്ട് നിങ്ങൾ 2 ഇക്വേഷൻ ക്ലബ് ചെയ്യുക. യു വിൽ റീച്ച് അറ്റ് യുവർ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ നോക്കൂ. 13th question. The first 3 spectral lines of hydrogen atom in Balmer series are given λ1, λ2, λ3. λ1, λ2, λ3 Balmer series ന്റെ ആദ്യത്തെ 3 spectral line ആണ്. Considering the Bohr's atomic model, the wavelength of first and third spectral line λ1 by λ3 are related by a factor approximately x into 10⁻⁻1 where the value of x is. നമുക്ക് ഇതിൽ 3 എണ്ണത്തിൽ λ1, λ3 ആണ് വേണ്ടത്.
ഒറ്റ 3 സ്പെക്ട്രൽ ലൈൻ ഓഫ് ബാൾമർ സീരീസ് ആണ് കേട്ടോ. ഏത് സീരീസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ബാൾമർ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ലാംഡ 1 ഇക്വേഷൻ എഴുതാം. 1 ഡിവൈഡഡ് ബൈ ലാംഡ 1 ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 ഡിവൈഡ് ബൈ ബാൾമർ അല്ലേ, അപ്പൊ 2ലേക്കാണ് ജമ്പിങ്. 1 ഡിവൈഡ് ബൈ 4 മൈനസ് ഫസ്റ്റ് ലൈൻ ആയതുകൊണ്ട് 3ൽ നിന്നാണ് ജമ്പിങ്. 1 ഡിവൈഡ് ബൈ 9. ഓക്കെ, ഇത് എത്ര കിട്ടി? എത്ര ആറ് കിട്ടി? 5 ബൈ 5 5 ആർ ഡിവൈഡഡ് ബൈ 9 4 36 അങ്ങനെ കിട്ടി. ഇനിയും ലാംഡ 3 ആ എഴുതേണ്ടത്. നിങ്ങൾക്ക് ലാംഡ 2വിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. ലാംഡ 3 എഴുതണം. അപ്പൊ 1 ഡിവൈഡ് ബൈ ലാംഡ 3 എന്താണ് കുട്ടികളെ? ആർ. അതും ബാൾമർ സീരീസ് തന്നെയാണ്. അപ്പൊ വന്ന് നിൽക്കുന്നത് 2ലേക്കാണ്. 2 സ്ക്വയർ 4. പക്ഷേ തേർഡ് 1 2 3 4ൽ നിന്നുള്ള ജമ്പിങ് ശരിയല്ലേ? 2ലേക്ക് വേണം. 3ൽ നിന്ന് 3 4 5 5th 5ൽ നിന്നുള്ള ജമ്പിങ്. അപ്പൊ 1 ഡിവൈഡഡ് ബൈ 25. 5ൽ നിന്നുള്ള ജമ്പിങ് ആണ് തേർഡ് 1 ഇല്ലേ? 2ലേക്കാണ് കുട്ടികളെ വരേണ്ടത്. 3ൽ നിന്നുള്ള ഫസ്റ്റ് 1, 4ൽ നിന്നുള്ള സെക്കൻഡ് 1, 5ൽ നിന്നുള്ളതാണ് തേർഡ് 1. അപ്പൊ ഇതെത്ര കിട്ടും നമുക്ക്? ഇത് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ 25ൽ നിന്ന് 4 പോയാൽ 21 ആർ ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടി. 100. നമുക്ക് എന്താ ഇവിടെ വേണ്ടത്? ലാംഡ 1 ബൈ ലാംഡ 2. ലാംഡ 1 ബൈ ലാംഡ 2 ആണെങ്കിൽ സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സെക്കൻഡ് 1നെ ഫസ്റ്റ് 1 കൊണ്ട്, സെക്കൻഡ് 1നെ ഫസ്റ്റ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലാംഡ 1 ബൈ ലാംഡ 3 എന്ന് വന്നു. സെക്കൻഡ് 1 21 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 36 ഡിവൈഡഡ് ബൈ 5. 6 പോയതല്ലേ കുട്ടികളെ? ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് അപ്രോക്സിമേറ്റ് നിയറസ്റ്റ് ഇൻറ്റീജർ എന്നാ പറഞ്ഞത്. ഇങ്ങനെയുള്ള പ്രോബ്ലം എങ്ങനെ ചെയ്യണോ അറിയാം? ഈ 36നെ 35 കരുതിക്കോ. 36നെ 35 കരുതുകയാണെങ്കിൽ ഇത് എത്ര കിട്ടും? നിയർലി അബൌട്ട് നോക്കൂ, 21 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 35 ബൈ 5 7 അല്ലേ കുട്ടികളെ? 7. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 14 7 പിന്നെ താഴെ ഒരു 100. അപ്പൊ 14.7 എന്നല്ലേ കിട്ടിയ? നിയറസ്റ്റ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ എത്രയാ? 15 എഴുതിയാൽ മതി. 15. അങ്ങനെയാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് കേട്ടോ. എക്സാക്റ്റിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല, നിയറസ്റ്റിലേക്കാണ് പോകേണ്ടത്. നിയറസ്റ്റ്. അടുത്ത ആൻസറിലേക്ക് പോവുക. ഓപ്ഷൻ ഉണ്ട്, വെൽ ആൻഡ് ഗുഡ്. നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓപ്ഷനിലെ നിയറസ്റ്റ് ഇൻറ്റീജർ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Look at next question. 14th question. നോക്കൂ. If lambda 1, lambda 2 are the wavelength of third member of Lyman and the first member of Pascal. നോക്കൂ, third member of Lyman ആണ് lambda 1. പിന്നെയോ lambda 2 ആരാ? ഫസ്റ്റ് മെമ്പർ ഓഫ് പാസ്റ്റൽ സീരീസ്. Then the ratio of lambda 1, lambda 2. കറക്റ്റ് ഇക്വേഷൻ എഴുതൂ. ഇക്വേഷൻ എന്താ? 1 ഡിവൈഡഡ് ബൈ lambda 1 ഈസ് ഈക്വൽ ടു ആർ. ഏതാ? തേർഡ് മെമ്പർ ഓഫ് ലൈമൺ. ലൈമൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലേക്കാ ജമ്പ്. തേർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഫോർത്തിൽ നിന്നുള്ള ജമ്പ്. അപ്പൊ 1 മൈനസ് ഫോർത്തിൽ നിന്നുള്ള ജമ്പാ. അപ്പൊ 1 ഡിവൈഡ് ബൈ 16. മനസ്സിലായോ? അപ്പൊ നമുക്ക് എത്ര കിട്ടിയത്? ഇത് 15 6 15 R ബൈ 16 എന്ന് വന്നു. അതവിടെ നിൽക്കട്ടെ. ഇനി ലാംഡ 2 എന്താന്ന് പറഞ്ഞേ? ഫസ്റ്റ് മെമ്പർ ഓഫ് പാസ്റ്റൻ സീരീസ്. ഫസ്റ്റ് മെമ്പർ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ, അതിന്റെ ഫസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ 4ൽ നിന്നുള്ള ജമ്പിങ്. ശരിയല്ലേ? യെസ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദാറ്റ്? ലാംഡ 2 ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഏത് സീരീസാ? പാസ്റ്റൻ സീരീസാ. പാസ്റ്റൻ സീരീസ് മൂന്നാമത്തെ. അപ്പോൾ 1 ഡിവൈഡ് ബൈ 9 3 സ്ക്വയർ 9. ജമ്പിങ് എവിടുന്ന? 4ൽ നിന്ന്. 1 ഡിവൈഡ് ബൈ 16. അതെത്ര കിട്ടി കുട്ടികളെ? 16. 16 9 പോയാൽ 16 മൈനസ് what is it correct? Let me see. 7R divided by 16 into 9 no. Let me write it like that. 16 into 9. ഇനി നമുക്ക് എന്താ വേണ്ടത്? ലാംഡ 1 ബൈ ലാംഡ 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് 1നെ ഫസ്റ്റ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ലാംഡ 1 ബൈ ലാംഡ 2. സെക്കൻഡ് 1 ഏതാ? 7 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 9. ഫസ്റ്റ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 16 ഡിവൈഡഡ് ബൈ 15. ഈ 16ഉം 16ഉം പോയി. അങ്ങനെ 7 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 9 135. 135. അപ്പൊ 7 ഈസ് ടു 135 എന്ന് ആൻസർ കിട്ടി. 7 ഈസ് ടു 135. സി ഇസ് ദ ആൻസർ. സി ആൻസർ സി.
സിമ്പിൾ അല്ലേ? ഇതൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിലും പടപടാ ചെയ്യുന്ന പ്രോബ്ലംസ് തന്നെയാണ്. ഇനി അടുത്തത് നോക്കൂ. ദ റീകോയിൽ സ്പീഡ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ആഫ്റ്റർ ഇറ്റ് എമിറ്റ്സ് എ ഫോട്ടോൺ ഇൻ ഗോയിങ് ഫ്രം 5 to 1. നോക്കൂ, റീകോയിൽ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. 5 to 1. റീകോയിൽ മൊമെന്റം കണ്ടുപിടിക്കാം. നമുക്ക് മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ എഴുതും? മൊമെന്റം 1/λ h കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോ ഇത് ഏതാ സാധനം? ഹൈഡ്രജൻ അല്ലേ? യെസ്. മൊമെന്റം മൊമെന്റം ഓഫ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു RH ഇൻറ്റു എവിടുന്ന ജമ്പിങ്? 1ലേക്ക് ജമ്പിങ്, 1 മൈനസ് 5ൽ നിന്നുള്ള ജമ്പിങ്, 1/25. ഇതാണ് കുട്ടികളെ മൊമെന്റം ഓഫ് എമിറ്റഡ് ഫോട്ടോൺ. ഇതേ മൊമെന്റം ആണ് റീകോയിൽ മൊമെന്റവും. ഞാൻ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ തിയറി പാർട്ടില്? ആറ്റത്തിന്റെ മൊമെന്റം ഇത് തന്നെയാണ്. അപ്പൊ ഈ മൊമെന്റത്തിനെ MV എന്ന് എഴുതുക. മാസ് ഓഫ് ദ ആറ്റം ഇൻറ്റു വെലോസിറ്റി ഓഫ് ദ ആറ്റം, RH ഇൻറ്റു 1 മൈനസ് 1/25. അല്ലെങ്കിൽ നമുക്കിതിനെ 24/25 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈസി നോ? 24/25 എഴുതി. നമുക്ക് വെലോസിറ്റി, റീകോയിൽ വെലോസിറ്റിയാണ് വേണ്ടത്. അപ്പൊ RH ഡിവൈഡ് ബൈ M ഇൻറ്റു 24/25 ഇല്ലേ കുട്ടികളെ? ഇനി നോക്കൂ, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. R എന്ന് പറഞ്ഞാൽ എന്താ? റേബർ കോൺസ്റ്റന്റ് 1.097 ഇൻറ്റു 10⁻7. H വാല്യൂ 6.6 ഇൻറ്റു 10⁻, എത്രയാണ് കുട്ടികളെ? -34. മാസ് ഓഫ് പ്രോട്ടോൺ അല്ലേ? ഈ ഹൈഡ്രജന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, ഹൈഡ്രജന്റെ ആറ്റം എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ആണ്. പ്രോട്ടോണിന്റെ മാസ് എഴുതിയാൽ മതി. 1.6 ഇൻറ്റു 10⁻27. പിന്നെ ഇവിടെ ഒരു 24/25 ഉണ്ട്. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് കാൽക്കുലേഷൻ ആണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്തോളുക. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4.17 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് നോക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് ദ momentum of a photon, momentum of emitted photon, which is equal to momentum of atom also, because atom and emitted photon has equal and opposite momentum. നിങ്ങൾ സ്വന്തം ചെയ്ത കുട്ടികളെ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. that you can do yourself. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 16th question. The wavelength of photon emitted by hydrogen atom when electron make a transition from n is equal to 2 to n is equal to 1 state. വളരെ സിമ്പിൾ ആണ് അല്ലേ? വേവ് ലെങ്ത് ആ ചോദിച്ചിട്ടുള്ളത്. 1/λ is equal to 1/λ is equal to R into 1 divided by n final square minus 1 divided by n initial square. 2021 ചോദിച്ചാണ് കുട്ടികളെ. ഈസി ആണെന്ന് വിചാരിച്ച അങ്ങനെ വിട്ടുകളയേണ്ട. 2000 റീസെന്റ് ചോദിച്ചതാണ്. അപ്പൊ 1/λ is equal to ആറിന്റെ വാല്യൂ അറിയാമോ? എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി 1.097 ഇൻറ്റു 10⁻7. എവിടെ നിന്ന് എങ്ങോട്ടാ ജമ്പിങ്? 2ൽ നിന്ന് 1ലേക്ക്. അപ്പൊ 1 മൈനസ് 1/4 എന്ന് വന്നു. ഓക്കെ, that is equal to 1.097 into 10⁻7 into 3/4. ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 121.8 നാനോമീറ്റർ എന്ന് കിട്ടും കുട്ടികളെ. അത് സിമ്പിൾ കാൽക്കുലേഷൻ പാർട്ടല്ലേ? കാൽക്കുലേഷൻ ചെയ്ത് ഞാൻ സമയം കളയുന്നില്ല. അത് ആ സമയം കൊണ്ട് ഒരു പ്രോബ്ലം കൂടുതൽ ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്യാം. ഇനി 2 പ്രോബ്ലം കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് നമ്മൾ നിർത്തും കേട്ടോ. 17. Question number 17. നോക്കൂ നിങ്ങൾ. In the given figure, the energy levels of hydrogen atom have been shown. എനർജി ലെവൽ ഇവിടെ തന്നിട്ടുണ്ട് ഇവിടെ. Along with some transition make A, B, C, D, E. ഏതൊക്കെ ട്രാൻസിഷനാ? A, B, C, D, E. ട്രാൻസിഷൻ A, B, C represent respectively. നിങ്ങൾ A, B, C മാത്രം പറഞ്ഞാൽ മതി. നോക്കിയേ, A ഏത്? നിങ്ങൾ പറയേണ്ട A, പിന്നെ ഏത്? B, പിന്നെ ഏത്? പിന്നെ നിങ്ങൾ C. ഈ 3 പറഞ്ഞാൽ മതി. A ഏതാണ് കുട്ടികളെ? A എന്ന് പറയുന്നത് ഇത് കണ്ടിന്യൂം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? എന്ന് പറഞ്ഞാൽ ഇത് ഇൻഫിനൈറ്റ് അകലെയാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നിന്ന് ഫസ്റ്റിലേക്കുള്ള ജമ്പിങ് എന്ന് പറഞ്ഞാൽ ലൈമൺ സീരീസിന്റെ സീരീസ് ലിമിറ്റ് ആണ്. കണ്ടിന്യൂം എന്ന് ഇവിടെ എഴുതി കാണിക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? കണ്ടിന്യൂം. ഈ എനർജി ലെവലുകൾ അത്ര ക്ലോസ് ആണെന്ന് എപ്പോഴാ? ഏറ്റവും അകലയിലേക്ക് പോകുമ്പോൾ, ഇൻഫിനൈറ്റിയിലേക്ക് പോകുമ്പോൾ. ഇത് ഇൻഫിനൈറ്റ് ആണ്. ഇൻഫിനിറ്റിയിൽ നിന്ന് 1ലേക്കുള്ള ജമ്പിങ് എന്ന് പറഞ്ഞാൽ ലൈമൺ ആണ്. ലൈമണിന്റെ എന്താണ്? സീരീസ് ലിമിറ്റ് ആണ്. സീരീസ് ലിമിറ്റ്. ദിസ് ഈസ് സീരീസ് ലിമിറ്റ് ഓഫ് ലൈമൺ. ഇനി ഇത് രണ്ടാമത്തെ ഏതാ? ബാൾമർ ആണ് അല്ലേ? ബാൾമറിന്റെ എത്രാമത്തെ മെമ്പർ ആണെന്ന് നോക്കി. ഫസ്റ്റ്. ഇത് 2ലേക്കാ ജമ്പിങ്. അപ്പൊ 3ൽ നിന്നുള്ള ഫസ്റ്റ്, 4ൽ നിന്നുള്ള സെക്കൻഡ്, 5ൽ നിന്നുള്ളത് തേർഡ് മെമ്പർ ഓഫ് ബാൾമർ ആണിത്. തേർഡ് മെമ്പർ ഓഫ് ബാൾമർ. ഇനി നോക്കിയേ, ഇത് ഫണ്ടാണ് അല്ലേ? നോക്കിയേ, പാസ്റ്റൻ. ഫണ്ട് അല്ല, പാസ്റ്റൻ ആണ്. 3ലേക്കുള്ള ജമ്പിങ്. ഇത് കണ്ടോ? 3 പാസ്റ്റൻ ആണ്. ഫസ്റ്റ്, സെക്കൻഡ് മെമ്പർ ഓഫ് പാസ്റ്റൻ. അപ്പോ
series limit of Lyman, 1, 2, 3. Third member of Balmer and 1, 2. Second member of Pasture. അങ്ങനെ വരുന്നത് ഡി മാത്രം. നോക്കൂ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. നോക്കി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ സോ സിമ്പിൾ ആണ്. നോക്കൂ, അക്കോർഡിംഗ് ടു ബോർസ് അറ്റോമിക് മോഡൽ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസിഷൻ വിൽ ദ ഫ്രീക്വൻസി ബി മാക്സിമം? ഫ്രീക്വൻസി മാക്സിമം ആണെന്ന് ഇപ്പോഴാണ്. നോക്കി, ഇതെല്ലാം അടുത്തടുത്ത ഓർബിറ്റാണ്. 4, 3, 2, 1, 4, 5, 3, 2. ഏത് ഓർബിറ്റ്, അടുത്തടുത്ത ഏത് ഓർബിറ്റുകൾ തമ്മിലാണ് ഏറ്റവും കൂടുതൽ എനർജി ഡിഫറൻസ് ഉള്ളത് നിങ്ങൾക്ക് അറിയാമോ? ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ എച്ച് ന്യൂ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഡെൽറ്റ ഇ കൂടുതലാണെങ്കിൽ ന്യൂവും കൂടുതലായിരിക്കും. ഡെൽറ്റ ഇ ബിറ്റ്വീൻ 1 and 2 അല്ലേ ഏറ്റവും കൂടുതൽ? ഡെൽറ്റ ഇ ബിറ്റ്വീൻ 1 and 2 is greater than delta E between 2 and 3 is greater than delta E between 3 and 4 and so on. You know that. അടുത്തടുത്തുള്ള രണ്ട് ഓർബിറ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി ഡിഫറൻസ് ഉള്ള 1ഉം 2ഉം തമ്മിലാണ് കുട്ടികളെ. ഹൗ മച്ച് ഈസ് ദാറ്റ്? ഡു യു നോ? 10.2 ആണ്, ഇലക്ട്രോൺ വോൾട്ട് ആണ് ഇവ തമ്മിലുള്ള എനർജി ഡിഫറൻസ് ഇല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ എനർജി ഡിഫറൻസ് ഉള്ള 1ഉം 2ഉം തമ്മിലാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്യപ്പെടുന്നത് 2ൽ നിന്ന് 1ലേക്കുള്ള ജമ്പിങ് ആണ്. 2 to 1. That's answer. Okay, children. Today was a very good day. I think you learned something new. അപ്പോൾ ഇനിയുള്ള ലൈവിലും നിങ്ങൾ ഇതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുക. വീണ്ടും കാണാം. അടുത്ത തിങ്കളാഴ്ച ഞാൻ വീണ്ടും വരുന്നുണ്ട് ന്യൂക്ലിയസ് എന്ന ചാപ്റ്ററുമായിട്ട് കേട്ടോ. ന്യൂക്ലിയസ് തിങ്കളാഴ്ച ഇതേ സമയത്തായിരിക്കും. അപ്പൊ സി യു ദേ. ഹാർഡ് വർക്ക് ചെയ്യൂ. സൈലം നിങ്ങളുടെ ഒപ്പം ഉണ്ട്. കേരളത്തിനോട് മൊത്തത്തോടാണ് ഞങ്ങൾ പറയുന്നത്. എല്ലാ കേരളത്തിലെ കുട്ടികളും ഹാർഡ് വർക്ക് ചെയ്ത് നല്ല JEE റാങ്കിൽ പാസ് ആവട്ടെ എന്നാണ് സൈലത്തിന്റെ ഒരു ആഗ്രഹം. സൈലത്തിന് പറ്റുന്നത് എല്ലാം